السلام عليكم ورحمة الله. الحمد لله حمدا طيبا كثيرا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമൊത്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടും അതിൻ്റെ പ്രതിഫലം ആ നിലക്ക് കരസ്ഥമാക്കുവാനും വേണ്ടിയുള്ള യജ്ഞത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കനിവുള്ള കുടുംബം. എല്ലാ മേഖലകളിലും ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. നിരവധി ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി നമുക്കൊരുപാട് കനിവുള്ള ബന്ധങ്ങളുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്കൊരു ബന്ധമുണ്ട്. നമ്മുടെ കച്ചവട രംഗത്തുള്ള പലരുമായി പല സുഹൃബന്ധങ്ങളും കരുണയുള്ള ബന്ധങ്ങളും നാം കാത്തു സൂക്ഷിക്കാറുണ്ട്. സംഘടനാ രംഗത്ത് നാം കനിവുള്ള കുറേ നന്മകൾ ഉറ്റ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ തയ്യാറാവാറുണ്ട്. നമ്മുടെ കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ പല ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബന്ധമാണ് നമ്മുടെ കുടുംബ ബന്ധം. ആ ബന്ധങ്ങൾ പവിത്രമാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതിന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ബന്ധങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ബന്ധം, കനിവുള്ള ബന്ധം നാം പുലർത്തിപ്പോരേണ്ടത് നമ്മുടെ അള്ളാഹുവിനോടാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോടാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ മക്കളോടാണ്. ഇവിടെ കനിവുള്ള കുടുംബം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നാം ആദ്യമായി കാണുന്നത് ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയുമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് വളരെ കനിവോടുകൂടി പെരുമാറിയ വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സല്ലൽ അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ ദാറ അലാ ബൈത്തി നിസായിഹി, ഭാര്യമാരുടെ വീടുകളിലൊക്കെ കറങ്ങി നടന്ന് അവരുമായി സംസാരിച്ച് അവരോട് നല്ല ബന്ധം പുലർത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു. അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ നബി ഭാര്യമാരത്തൊക്കെ പോകും. 1 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ നബി അവിടെ ചെലവഴിക്കും. ആ ചെലവഴിക്കൽ യഥാർത്ഥത്തിൽ കരുണയുള്ളതും ആർദ്രതയുള്ളതുമായിരിക്കും. ഒരു ഭാര്യമാരെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പോലും ചീത്ത വിളിച്ചിട്ടില്ല. ഒരു അസഭ്യ വാക്ക് പോലും നബി ഭാര്യമാരോട് പറഞ്ഞിട്ടില്ല. അത്ഭുതമില്ലേ നമുക്ക് കേൾക്കുമ്പോൾ? നിങ്ങൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും ആ നിലക്ക് നല്ലതായനെ കൊണ്ടാണ്. അങ്ങനൊന്നുമില്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായ പോരായ്മകളുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹിച്ച ഖദീജ റളിയല്ലാഹു അൻഹ മരണശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സംബന്ധിച്ച് ദക്കറഹ ഓർക്കാറുണ്ട് എന്നാണ്. ആ ഓർക്കൽ പലപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രയാസം ഉണ്ടാക്കാറുണ്ട്. അതാണ്. എന്നിട്ടൊരിക്കൽ നിങ്ങൾക്ക് ഭൂമിയിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത മാതിരി ആ കിളവിൻ്റെ വർത്താനം 24 മണിക്കൂർന്നു, മനസ്സിലല്ല?
അപ്പോൾ സ്വാഭാവികം മനസ്സിലായില്ല, ആശാബി ഉമ്മഹാത്തുൽ മൂമിനാത്താണ്. ഉമ്മഹാത്തുൽ മൂമിനാത്തിനും ഉണ്ട് സൃഷ്ടിപ്പിൻ്റെ വൈകല്യം. അപ്പം അതുകൊണ്ട് അവരോട് കരുണയുള്ള ആർദ്രതയുള്ളവരായി പെരുമാറണമെങ്കിൽ മനുഷ്യൻ, പുരുഷൻ നല്ല ദീനുള്ള ആളായിരിക്കണം. നല്ല ദീനിനെ സംബന്ധിച്ച് നല്ല അറിവുണ്ടാവണം. കാരണം ഇത് നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ബന്ധമാണ്, ഭാര്യാഭർത്തൃബന്ധം. അത് കനിവോടുകൂടി ചെയ്യേണ്ടതാണ്. ഏതുവരെ? പ്രായം വരുന്ന സമയത്താണ്. ഇപ്പോൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുവാനും സ്നേഹിക്കുവാനും ദുഃഖിക്കുവാനും ഒക്കെ കഴിവുകളുള്ള, വൈവിധ്യമാർന്ന കഴിവുകളുള്ള ഒരു ഇണയെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. സാധാരണഗതിയിൽ മറ്റ് ജീവജാലങ്ങളൊക്കെ ദാമ്പത്യബന്ധം പുലർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഭാര്യ ആരാ നോക്കലില്ലല്ലോ, ഉണ്ടോ? അതിൻ്റെ ഇണയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒന്നും ആർക്കില്ല, വേറെ ജീവികൾക്കില്ല. അത് മനുഷ്യന് മാത്രമുള്ളതാണ്. അപ്പോൾ ഭാര്യമാരോട് എത്ര തന്നെ നമ്മൾ നന്നായി പെരുമാറിയാലും ആ ഭാഗത്തുനിന്ന് ചില പോരായ്മകൾ ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് കനിവില്ലാതെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ സംസാരിക്കുവാനും പരുഷമായി സംസാരിക്കുവാനും അസഭ്യം സംസാരിക്കുവാനും ചീത്ത വിളിക്കുവാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ ചില പുരുഷന്മാരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ട്. അത് വലിയൊരു വേദനയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കാരോടാ? നമ്മളെക്കാൾ താഴ്ന്നവരോടാണ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നിങ്ങളെക്കാൾ വലിയൊരാളെ തെറ്റിയത് ഞങ്ങൾ ഉണ്ടോ? ചിറിയിൽ കഴിച്ചിലാക്കും, അല്ലേ? അങ്ങനല്ലേ? അവർ തെറ്റ് ചെയ്തു എന്ന് മുഖത്തോക്കി പറയുമോ? ഇല്ല. നേരെ മറിച്ച് ഭാര്യ ചെയ്താൽ വിടില്ല ഞാൻ. അതെന്താ? അവള് നമ്മളെക്കാൾ താഴത്താ, അല്ലേ? പണിക്കാരൻ തെറ്റ് ചെയ്താൽ മുതലാളി ചീത്തറിയും, അല്ലേ? മുതലാളിയുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നാൽ പണിക്കാരൻ തൽക്കാലം ചിരിച്ചാവണം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ള ആൾക്കാരോടാണ് ദേഷ്യം പിടിക്കാറുള്ളത്, അല്ലേ? സത്യത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കരുണയോടുകൂടി പെരുമാറണമെങ്കിൽ നിങ്ങൾ കോപത്തെ മറച്ചു വെക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖലമ ഗൈളൻ, കോപത്തെ ആരെങ്കിലും മറച്ചു വെച്ചു, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, നമുക്ക് നല്ല നടപടിയെടുക്കാൻ നല്ല കഴിവും ശേഷിയും പ്രതാപവുമുള്ള ആളാണ്, നമ്മളെക്കാൾ താഴെയുള്ള ആളാണ്, എന്നിട്ട് നമ്മൾ അവർക്ക് മാപ്പ് കൊടുത്തു, കനിവോടുകൂടി മാപ്പ് കൊടുത്താൽ എന്താ അതിൻ്റെ പ്രതിഫലം? ദഅാഹുല്ലാഹു തആല അലാ റൂസിൽ ഖലായിഖി, നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യന്മാർ ഒത്തുകൂടിയ സ്ഥലത്ത് നിന്ന് ആ കരുണയോടെ, ആർദ്രതയോടെ, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ പെരുമാറിയ ആളെ അള്ളാഹു പരലോകത്തേക്ക് ആനയിച്ചു കൊണ്ടുവരും. ചെറിയ കൂലിയല്ല. അങ്ങനെ ഭാര്യമാരോട് ദേഷ്യം പിടിക്കാൻ എളുപ്പമാണ്. ദേഷ്യം പിടിക്കാതെ നിന്നാൽ നമുക്ക് എവിടുന്നാണ് നമ്മളെ വിളിക്കുന്നത്? അള്ളാഹു പരലോകത്തുനിന്ന് കോടാനുകോടി മനുഷ്യന്മാർ ഒത്തുകൂടിയ ആ മഹാമത്സര സദസ്സിൽ വെച്ച് അള്ളാഹു നമ്മളെ വിളിച്ച് പ്രത്യേകം പേരെടുത്ത് വിളിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അള്ളാഹു പറയും, ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഈൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിലെ തരുണിമണികളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ ഭാര്യയോട് കരുണയോട് പെരുമാറിയാൽ ഓള് തീരുമാനിച്ചോട്ടെ. നിങ്ങളിതിപ്പോൾ തീരുമാനമായോ? അങ്ങനെ ഓള് തിരഞ്ഞെടുക്കണോ വേണ്ടൊക്കെ ഓള് തീരുമാനിച്ചോട്ടെ. നമ്മളിപ്പോൾ അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പം നമ്മൾ ആദ്യം നമ്മളതൊന്നും തീരുമാനം, നമുക്ക് തിരഞ്ഞെടുക്കാനൊരു അവസരമുണ്ട്. നമ്മൾ ആർദ്രയോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും കരുണയോടുകൂടിയും പെരുമാറണം. ഇത് പഠിപ്പിക്കുന്ന ഇസ്ലാം നമ്മളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്ക് ദേഷ്യം പിടിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ദേഷ്യം പിടിക്കും. പിടിച്ചിട്ടില്ലേ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ. അജാതി ചൊറീണ വർത്താനാ പറയാം, മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ വളരെ കാര്യഗൗരവമായിട്ട്, അതിൽ അങ്ങനത്തെ ആണുങ്ങളുണ്ട്, ചവറ് പോലത്തെ മനുഷ്യന്മാർ, ആണുണ്ടിലും പെണ്ണിലും ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പറഞ്ഞുതരാം കേട്ടോ. ഒരു സാംസ്കാരികമായ ഉയർച്ച, വിദ്യാഭ്യാസപരമായ ഒരു ഉയർച്ച, തലച്ചോറിന് ഫുഡ് കൊടുക്കുന്ന ഒരു ഉയർച്ച, വയറിന് തിന്നാൻ കൊടുത്ത ഭക്ഷണമൊക്കെ കൊടുത്ത ശരീരമൊക്കെ പുഷ്പിക്കും, അല്ലേ? പോഷിക്കും. പക്ഷെ തലച്ചോറിനും ഫുഡ് കൊടുക്കണം.
തലച്ചോറിന് ഫുഡ് കൊടുത്താൽ മാത്രമേ നമ്മൾ മനുഷ്യരാകുള്ളൂ കേട്ടോ. അതുകൊണ്ട് തലച്ചോറിന് കൊടുക്കേണ്ട ഫുഡ് ഒന്ന് അഖീദയാണ്, വിശ്വാസമാണ് കൊടുക്കേണ്ടത്. മറ്റൊന്ന് പരലോകത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഇത് രണ്ടും കൊടുത്താലേ തലച്ചോറ് ശരിയാവുള്ളൂ. ഈ രണ്ടിൻ്റെയും അഭാവമാണ് നമ്മളെ ഈ നിലക്കൊക്കെ പെരുമാറിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ ആളുകളൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ വർത്താനം കേട്ടിട്ടേ നല്ല നല്ല സഹാബികളൊക്കെ ഭാര്യമാരെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ തദ്രിബു ഇമാ അല്ലാഹ്, അള്ളാഹിൻ്റെ അടിയാത്തികളെ, സഹാബത്തെ നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അടിക്കരുത്. അപ്പം എല്ലാവരും അടി നിർത്തി. കേൾക്കേണ്ട താമസ റസൂൽ പറയാ, ഖുർആൻ പറയാ, കേട്ടാർ സമീഅന ഞങ്ങൾ കേട്ടു, അത്തഅന ഞങ്ങൾ അനുസരിച്ചു. അങ്ങനത്തെ ആൾക്കാരാണ് സഹാബത്ത്. നമ്മളങ്ങനല്ല, സമീഅന ഞങ്ങൾ കേട്ടു, അസൈന അത് ഒഴിവാക്കി. കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യമാണ്. നമുക്ക് നടക്കാത്ത കാര്യം നമ്മൾ നിൽക്കുന്ന കാര്യത്തിലുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരും നമ്മൾ വ്യത്യാസത. അപ്പോൾ അതുകൊണ്ട് അവരടി നിർത്തി. അപ്പോൾ ഒരിക്കൽ ഫജാ ഉമർ റളിയല്ലാഹു ഇലാ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു കടന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ ഫഖാല ദഇർന നിസാ അലാ അസ്വാജിഹിന്ന, ഭാര്യമാരോട് ദപ്പം റസൂലെ പെണ്ണുങ്ങൾ അലാക്കിൻ്റെ ഷണ്ടക്ക് നിൽക്കുക, അടി നിർത്തിയപ്പോൾ അതെ. എന്നിട്ട് അടിനെ പേടിച്ചിട്ട് മുണ്ടാടക്കി. ഇപ്പം അടി നിർത്തിയിരിക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ മരണ ചീത്ത വിളിക്കലും ഷണ്ട കൂടലും. ഈ നമ്മളിപ്പോൾ പറയലുണ്ടല്ലോ, നിങ്ങൾക്ക് എൻ്റെ ഭാര്യനെ അറിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ മതി, കോപിക്കരുത്, അവിടുന്ന് വിളിക്കും പരലോകത്തുനിന്നൊക്കെ. നമ്മളെ പുറലേക്കാട് ചെന്നാണ്ടല്ലോ, എന്താണ് സാധനം എന്നറിയോ? അങ്ങനെ നമ്മൾ പറയുക. കാരണം നമ്മളെ ഭാര്യനെ പറ്റി ഉപയോഗിച്ച വാക്കാണ് സാധനം. അപ്പോൾ അത് നിങ്ങൾക്കറിയില്ല, അത് അങ്ങനത്തതാണ് ഇങ്ങനെ പറയാൻ പാടില്ല, കാരണം അത് ഇങ്ങനത്തെ തന്നെയാണ് സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് റസൂൽ എന്ത് ചെയ്തു പറയോ, ഫറഖസ ഫിൽ ഇർബിഹിന്ന. അപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് സണ്ട കൂടുന്നുണ്ടെന്ന് ഉമർന്ന് പരാതി പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, ചെറിയ തോതിൽ കുട്ടികൾ അടിക്കുമ്പോൾ അടിക്കാനൊരു വിധി കൊടുത്ത ആളുകൾ. മനസ്സിലില്ല, ചെറുത് കൊടുത്താൽ നമ്മളെന്താക്കും, ചെറിയ വിധിയാണ് കൊടുക്കുക. നൂല് കടത്താൻ വയ്യ കൊടുത്താൽ നമ്മൾ ഒട്ടകത്തിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തും, അല്ലേ ആണുങ്ങൾ, സ്വാഭാവിക. അപ്പോൾ ചെറിയ അടിക്ക് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വദ്രിബൂ ഹുന്നാൻ, അവരടിച്ചോളാൻ പറഞ്ഞെന്ന് ഖുർആൻ. അപ്പോൾ അത് നബി എന്ത് ചെയ്തു, ചെറുതായിട്ട് അവന് വിട്ടുവീഴ്ച ചെയ്തു. അപ്പം ഉണ്ടായത് എന്താ അറിയോ, ഫഅതാഫ ബി ആലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീർ, ധാരാളം പെണ്ണുങ്ങൾ നബിൻ്റെ പോരൻ്റെ വക്കത്തും അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങി, ചുറ്റിത്തിരിയാൻ തുടങ്ങി എല്ലാവരും. എന്നിട്ടോ യസ്കൂന അസ്വാജഹുന്ന, അവരവരുടെ ഭർത്താക്കന്മാരെ പറ്റി നബിയോട് പരാതി പറയാൻ തുടങ്ങി. ഓരോരോ സ്ഥലവും കാണിച്ചു കൊടുത്ത് നബി എന്തെന്നല്ല അടിച്ചതാണ്, അവിടെ കുത്തിയതാണ്, ചവിട്ടിയതാണ്, നല്ല കിട്ടൽ തുടങ്ങി. അപ്പം നബി പറയാം, ലൈസ ഉലായിക്ക ബിഖിയാരിക്കും, നിങ്ങളിൽ ഉത്തമരല്ല അവർ നരകത്തിലേക്ക് പോകേണ്ടതാണ്. ഇപ്പം കരുണയുള്ളൊരു കുടുംബം, കരുണയുള്ളൊരു നമ്മളിപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരിങ്ങനെ നിസ്കരിച്ചൊക്കെ മുസല്ലയിൽ ഇരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് എൻ്റെ ഒരു നിസ്കാരം പറഞ്ഞിട്ട് വലിച്ചിട്ട് താഴ്ത്തി കിടും. എവിടെയെങ്കിലും മുസല്ലയിലൊക്കെ ആണെങ്കിലേ എൻ്റെ ഒരു നിസ്കാരം ആദ്യം നന്നാകും, എന്നിട്ട് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് അതിനെ തള്ളിയിടും. ചിലതൊക്കെ 9 മാസം പൂർണ്ണ ഗർഭിണിയാണ് സമയത്ത് നല്ല കരുണയാണ്. കരുണ ഹോസ്പിറ്റലാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്, വളരെ മൃഗീയമായ കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മളുടെ ഭാര്യമാരെ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് റസൂൽ പറയാ, ഇന്നീല അയലമു കലിമത്തൻ, എനിക്കൊരു വാക്കറിയാം, ലോ കാലഹ, നിങ്ങളത് പറയുകയാണെങ്കിൽ ലദഹബ അൻഹു മാ യജിദ്, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രയാസവും പോവും. എന്താണോ നിങ്ങളെ ശരീരവും മനസ്സും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതങ്ങ് പോവും. അതെന്താ വാക്ക്, ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ മതി. എന്താ പറയേണ്ടത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദേഷ്യം പിടിച്ചെന്തോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഭാര്യൻ്റെ നേരെ, ഉടനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ആരെ നേരെ ആയാലും, ഭാര്യ നേരെ മാത്രമല്ല, നമുക്ക് ഒളപടക്കാൻ കഴിയാണ്ടെന്നാൽ ഉടനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണം. അവിടെ നിൽക്കത് കേട്ടോ. ഒളപടക്കാൻ കഴിയാണ്ടാവുമ്പോൾ പറയേണ്ട ഒരു വാക്കാണ് അഊദു ബില്ലാഹി. അത് ചിലവരിപ്പോൾ ആരോടെയും ദേഷ്യം പിടിച്ചിട്ട് ഓൻ്റെ മുഖത്ത് നോക്കി പറയണ്ട കേട്ടോ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ ഓനക്ക് പിന്നെയും ചൂടാവും. കാരണം ഓന് നമ്മൾ നല്ല നിലക്ക് നിൽക്കുമ്പോൾ എന്നെ ഷെയ്ത്താന്ന് വിളിച്ചു എന്ന് പറയും. അള്ളാഹിനോട് ഷെയ്ത്താനിൻ്റെ രക്ഷ തേടിയാന്ന് ഓനറിയില്ല. അതുകൊണ്ട് ഓൻ ചെയ്യും, ഇന്നിപ്പോൾ ഷെയ്ത്താനും കൂടി വിളിച്ച് ഞാൻ ഇപ്പോട്ട് വരുമ്പോൾ ഇവൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു സുന്നത്ത് നടപ്പിലാക്കിയതാ, അതുകൊണ്ട് പതുക്കെ പറഞ്ഞാൽ മതി.
മറ്റത് പിന്നെയോന് രണ്ടാമത് ഓന് വേറൊരു കുറ്റം പറഞ്ഞു കൊടുക്കും. കാരണം ആളുകൾ അങ്ങനെയാണല്ലോ ദീൻ ഉൾക്കൊള്ളുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ധാർമ്മികമായി നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് അടിക്കേണ്ട ഗതികേടും അതിൻ്റെ അപ്പുറമൊക്കെ വരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കേട്ടോളൂ, നിങ്ങൾ കുടുംബത്തോട് കനിവോട് പെരുമാറേണ്ട കനിവ് ആദ്യം നമുക്കാണ് ഉണ്ടാവേണ്ടത്. ബാക്കി പിന്നീട് അടുത്ത പ്ലേറ്റ് പിന്നെ വിളമ്പാം. ആദ്യത്തത് നമ്മളത് കഴിയട്ടെ, എന്നാലേ നമുക്ക് എന്താവുള്ളൂ. ചിലപ്പോൾ നമ്മൾ നന്നായാൽ കുറേ ഏറെക്കുറെ നന്നാവുമെന്നാണ് വിചാരിക്കുന്നത്. ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തൗസു ബിന്നിസായി ഖൈറ, ഭാര്യമാരോട് നന്നായി പെരുമാറണേ. ആ ഹദീസ് ആരംഭിക്കുന്നത് ശ്രദ്ധിക്കണം. അത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹൈനിലുള്ളതാണ്. ഈ ഹദീസ് ഞാൻ വായിക്കുന്നത് എന്താ, വഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ വഇന്ന അഅവജ മാ ഫിൽ ളിലഇലാഹു. ഈ സ്ത്രീകൾ അല്ലാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വളഞ്ഞ വാര്യല്ലോണ്ടാണ്. ആ വാര്യൽ തന്നെ ഏറ്റവും വളഞ്ഞ വാര്യല് മുകളിലെ വാര്യലാണ്. അതാണ് ഇതിൻ്റെ സൃഷ്ടിപ്പ്. അതിനൊരു വളവുണ്ട്. ഫൈൻ ദഹബ്തു തുഖീമുഹു, നീ അത് നേരെ ആക്കിയിട്ടേ അടങ്ങും തീരുമാനിച്ചാൽ കസർത്തഹു, നിനക്ക് ആ ബന്ധം മുറിച്ച് കളയേണ്ടി വരും. യാതൊരു രക്ഷയുണ്ടാവില്ല. വൈൻ തറക്കത്ത്, നീ അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിലോ ലം യസൽ അഅവജ, അത് വളഞ്ഞുകൊണ്ടേയിരിക്കും കൂടുതൽ. ഇപ്പം എങ്ങനെയാ കരുണയോട്ടുകൂടി ഇത് നിർത്തുക? പെട്ടെന്ന് നിവർത്തിയാൽ പൊട്ടും. എന്നാലോ സാവകാശം, വല്ലാതെ സാവകാശം കൊടുത്തിട്ട് വേണ്ട അവളെന്താ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടാലോ വളവ് കൂടും കേട്ടോ. എന്നിട്ട് പറയാണ്, അതൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും ആ ഹദീസിൽ 2 പ്രാവശ്യം നബി ഉപയോഗിച്ചു, ഇതാണ് ഇവളുടെ സൃഷ്ടിപ്പ്, വളവുണ്ട്, നിങ്ങൾക്ക് നന്നായി പെരുമാറാൻ കഴിയൂല. ഇത് പറഞ്ഞിട്ട് വീണ്ടും നബി പറയാണ്, വസ്തൗസു ബിന്നിസായി ഖൈറ, ഭാര്യമാരോട് നന്നായി പെരുമാറണം. ആ ഹദീസിൽ 2 സ്ഥലത്ത് ഒരേ, ആദ്യം തുടങ്ങുന്നതും ഭാര്യമാരോട് നന്നായി പെരുമാറണം, എന്നിട്ട് പറഞ്ഞു ഭാര്യമാർ ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ്, എന്നിട്ട് പറഞ്ഞു വീണ്ടും. അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഹദീസിൽ 2 പ്രാവശ്യം ഭാര്യ. ചിലവർക്ക് വേഗം ദേഷ്യം വരും, മൂക്കിൻ്റെ തെമ്പത്ത ദേഷ്യം, അങ്ങോട്ട് ദേഷ്യം പിടിക്കുന്ന. അപ്പം ചിലർ പറയുന്നത് അറിയോ, ദേഷ്യമുള്ളവർക്ക് സ്നേഹവും ഉണ്ടാവും. അത് പുതിയ നമ്പറാണ്. ദേഷ്യമുള്ളവർക്ക് കനിവുണ്ടാവുന്നല്ല നബി പറഞ്ഞത്. അൽ ഗളബു യുഫ്സുദുൽ ഈമാൻ എന്നാ, ഈമാനിനെ തകർത്തെറിയുന്ന പറഞ്ഞ്. കോപമുള്ള ആളുകളുടെ ശരീരത്തിൽ അല്ല നിൽക്കൂല. അൽ ഗളബു മിന ശൈത്താൻ, അത് ചെകുത്താൻ്റെതാണ്. അപ്പോൾ ചെകുത്താനാണ് നിൽക്കുക. അപ്പോൾ കോപം വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ കരുണയില്ലാതെ ആർദ്രതയില്ലാതെ പെരുമാറുന്നത്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇനിസ്തം താഴ്ത്ത ബിഹ ഓ ഫിഹ ഇവജുൻ, അവളുടെ വളവ് വെച്ചുകൊണ്ട് തന്നെ അവളുടെ സുഖം നീ അനുഭവിക്കുകയാണെങ്കിൽ നീ സുഖം അനുഭവിച്ചോ. ആ വളവ് വെച്ചുകൊണ്ട്, ആ വളവ് നിവർത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടുള്ളൂ കേട്ടോ. ഇതൊരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇപ്പം ആരെങ്കിലും അറിയോ ഇത് സൃഷ്ടിപ്പ് തന്നെ എങ്ങനെയാണെന്ന്? നമ്മളൊക്കെ എന്താ പറയുക, ഞാൻ പല മോഹങ്ങളായിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നോട് ആരെത്ര മോഹിക്കാൻ പറഞ്ഞ്, ഒന്നും പഠിക്കാണ്ടത് എന്താണ് പെണ്ണെന്ന് പോലും പഠിക്കാണ്ട്. ഇപ്പോൾ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ ആ വണ്ടിൻ്റെ എത്രയാണ് അതിൻ്റെ CC എന്നൊക്കെ അറിയണ്ടേ അല്ലേ? ഞാൻ വിചാരിച്ച് പ്ലെയിന് പറക്കും പോലെ പറക്കും വിചാരിച്ചിട്ടാണ് ഞാൻ നാനോ വാങ്ങിയത്. നാനോ ആണെങ്കിൽ ഒരു വണ്ടിൻ്റെ ഒപ്പം എത്തണമില്ല. നാനോ വാങ്ങുന്നതിന് മുമ്പ് ആലോചിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ സാധാരണ ന്യായങ്ങൾ നമ്മൾ പറയുന്നതാണ്. ഇനി ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ സാധാരണഗതിയിൽ അടിയും കുത്തും ചീത്തയും വാക്കും അവളെയും അവളെ കുടുംബത്തെയും, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മക്കൾ വളരേണ്ട ഈ കുടുംബത്തിട്ടോ, അത് നിങ്ങൾ അറിയണം. എന്താണ് അവരുടെ മാനസികാവസ്ഥ, അവരെത്ര പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക, അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. വല്ലാണ്ട് ചീത്ത വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൻ്റെ മുകളിൽ കയറി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഒരുപാട് വിഷയം എന്ന് പറഞ്ഞാൽ പിന്നെ നാക്കത്തുള്ള അള്ളാൻ്റെ ഒട്ടകം, അതിൻ്റെ കുതികാൽ വെട്ടിയ സമൂഹത്തെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ച് വന്ന് ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറയാം, ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ, യഅ്മിദു അഹദുക്കും ഫയജിദു ഇംറഅതഹു ജൽദൽ അബ്ദ്, പലരും ഭാര്യമാരെ പരമാവധി ചീത്ത വിളിക്കുകയും ഒരുപാട് അടിക്കുകയും ഒരുപാട് അവളെ പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ട് ഫലഅല്ലഹു യുലാജിയുഹ മിൻ ആഖിരി യൗമിഹി, ആ ചീത്ത പറഞ്ഞ അടിച്ച ദിവസത്തിൻ്റെ അവസാനം അവളുടെ ശരീരത്തിൽ കയറി ശയ്യ പങ്കിടുന്ന നിങ്ങൾക്ക് ലജ്ജയില്ലേ? സുൽത്താൻ്റെ ചോദ്യം. അങ്ങനെ നിങ്ങൾക്ക് ലജ്ജല്ലേ?
ഇത്രയും സമയം സംസാരിച്ചതും പ്രവർത്തിച്ചതൊക്കെ എത്രമാത്രം മോശമായി സംസാരിച്ചിട്ട് അവളുടെ ശരീരത്തിൽ കയറി സുഖമനുഭവിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ചോദിക്കുക. അപ്പം നമ്മൾ അറിയേണ്ടത്, സാധാരണഗതിയിൽ എത്ര നല്ലവരായ സ്ത്രീകളാണെങ്കിലും അവർക്ക് ഈ പോരായ്മകളുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ അവരുമായി ഇടപഴകുന്നതും. അപ്പോൾ മാത്രമേ നമുക്ക് അവരോട് കരുണയോട് പെരുമാറാൻ കഴിയുള്ളൂ. ഈ കരുണയോടുകൂടി നമുക്ക് അവരോട് പെരുമാറാൻ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല സാധനം ഇത് തന്നെയാണ് കേട്ടോ. ഏറ്റവും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആയിഷാ ബീവിനെ പറ്റിയൊക്കെ റസൂലുള്ള പലപ്പോഴും വളരെ ഒരിക്കൽ സൗദ റളിയല്ലാഹു അൻഹ ചീത്ത വിളിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ വാക്കുണ്ടല്ലോ, നീ കടലിൽ കൊണ്ടായിട്ട് കഴുകിയാൽ പോലും ശുദ്ധിയാവില്ല ആയിഷ എന്ന് വരെ പറഞ്ഞിരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് പെണ്ണുങ്ങൾക്ക് ആയിഷാ ബീവി ഒരു പെണ്ണ് തന്നെയാണ്. പല പോരായ്മകളും അവരുടെ അടുത്തൊക്കെ ഉണ്ടാവും. നബി തിരുത്തും. അത് തിരുത്തുമ്പം സാവകാശം അവർ ഏറ്റെടുക്കും. അപ്പോൾ എന്നിട്ട് ആ ആയിഷാ ബീവി പറയാണ്, മരണം വരെ റസൂല് എന്നോട് ഒരു പോക്ക്, ഒരു വാക്ക് അസഭ്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ റസൂലുള്ളാഹിനോട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ മരണവേള ആയിഷാ ബീവി പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി ഫീ യൗമി ബൈന സ്വഹരി വ നഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നിശ്ചയിച്ച ദിവസം എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ മാറിടത്തിൽ തലചായ്ച്ച് കിടന്നുകൊണ്ട് അള്ളാഹു അങ്ങനെ കിടക്കുന്ന സമയത്ത് മരണവേളയിൽ നബിയുടെ വായിലെ ഉമിനീരും എൻ്റെ വായിലെ ഉമിനീരും അള്ളാഹു യോജിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്രയാക്കിയത്. എന്തു പറയുന്നു? മരണത്തിൻ്റെ വേളയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോട് കരുണയോടുകൂടിയാണ് പെരുമാറുന്നത് കേട്ടോ. ജീവിതകാലത്ത് എത്രയോ പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി തന്നെ പറയുന്നു, സഹാബത്തിൻ്റെ അന്നത്തെ കാലത്തെ സ്ത്രീകളെ നബി പഠിപ്പിച്ചു, ഉരീത്തു അന്നാർ, കൂട്ടരെ എനിക്ക് ഇസ്രായിൻ്റെയും മിറാജിൻ്റെയും ദിനം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു, നരകം കാണിച്ചു തന്നു. അക്സർ അഹ്ലി ഹാനിസ, ധാരാളം സ്ത്രീകളായിരുന്നു കേട്ടോ നരകത്തിലുണ്ടായിരുന്നത്. ഒരുപാട് സ്ത്രീകൾ നരകത്തിലാണ്. അപ്പോൾ നബി പറഞ്ഞു, യക്ഫുർനൽ അഷീർ, അവർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കും. ഉണ്ടോ? അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ കാരുണയോടും വാത്സല്യത്തോടും പെരുമാറിയാൽ അള്ളാഹു നാളെ പരലോകത്ത് നമ്മളെ കോടാനുകോടി മനുഷ്യന്മാരെ കൂട്ടത്തിൽ നമ്മളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകും അള്ളാഹു. അതൊരു വലിയൊരു സമ്മാനം. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. അതിന് കനിവ് വേണം. നേരെ മറിച്ച് ഇവർ ധാരാളം നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം പറഞ്ഞതോ, യക്ഫുർനൽ അഷീർ, അവർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കും. വ യക്ഫുർനൽ ഇഹ്സാന, എത്ര നല്ല ചെയ്തു കൊടുത്താലും ഒരു നന്ദി ഇല്ലാത്ത പെരുമാറ്റം ഓരോ സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് കരുണയോടുകൂടി പെരുമാറുന്നത്. ഇവർക്ക് ഈ രോഗമൊക്കെ ഉണ്ട്, ഒരുപാട് നന്ദി കേട് ചെയ്യും. അതെങ്ങനെ നബി പറഞ്ഞു, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ, മരണം വരെ നിങ്ങളൊരു പെണ്ണിന് ഒരുപാട് നല്ലത് ചെയ്തു കൊടുത്താലും സുമ്മ റഅത്ത് മിൻക ഷൈഅൻ, എന്തെങ്കിലും ഒരു ന്യൂനത ചെയ്തോർത്ത് നിങ്ങളടുത്ത് വന്നാൽ കാലത്തോൾ പറയും, മാ റഅയ്തുക മിൻക ഖൈറൻ ഖത്ത്, ഇതുവരെ എനിക്ക് നിങ്ങളിൽ നിന്നൊരു നന്മയും കിട്ടിയില്ല. പറയില്ലേ? നിങ്ങൾ ചോദിച്ചു നോക്കേണ്ടി. അപ്പോഴാണ് നമുക്ക് ചൂടാകുക. അല്ല, ചിലവർ 10-15-40 കൊല്ലമൊക്കെ ഗൾഫിൽ ജോലി ചെയ്തിട്ട് അവിടെ പുരണ്ടാക്കി മക്കളെ കെട്ടിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം ഇയാൾ അവിടെ അറബികൾ എടുക്കൂലെന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് പുറത്താക്കി. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പുരക്കാരും പുറത്താക്കി. പുരടുത്തത് ഓളെ പേരില്ല. ഓളും മക്കളൊക്കെ വലുതായേ, നന്ദിയോട് വരിക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അല്ല, ഇനിയിപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുകയല്ലേ, 10-15 കൊല്ലതായതല്ലേ, നമുക്ക് കാര്യം ചെയ്താലോ, മറ്റേ വീട് വിറ്റാലോ, എല്ലാം ഓളെ പേരില്ല. അങ്ങനെ ഇപ്പോൾ ആരും ഒന്നും വെക്കണ്ട. അപ്പോൾ അല്ലാതെ ഞാൻ എൻ്റെ പേരിൽ വാങ്ങിയതല്ലേ, അതൊക്കെ ശരിയാ, വാങ്ങിയത് നിങ്ങളല്ലേ. അന്യർക്കല്ലല്ലോ, എനിക്കല്ലേ. അന്യരല്ലേ ഇങ്ങോട്ട് കൊടുക്കണ്ടേ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പലതും തോന്നും അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നണ്ടേ അറിയോ? യൗമുൽ ഖിയാമ തോന്നണം. പടച്ചോനെ, ഞാനിപ്പോൾ ഇവിടെ വർത്താനം ഉണ്ടാക്കിയാൽ എൻ്റെ പരലോകത്തുനിന്ന് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന അവസരം നഷ്ടപ്പെടും. ഞാൻ പോവുകയാണ് ഒതുണ്ടാക്കാൻ. പോണം, ഒതുണ്ടാക്കാൻ പോണം. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നോക്കിയാലും ശരി,
മക്കളും ഭാര്യ ഒരു ഭാഗത്തും ഭർത്താവ് ഒരു ഭാഗത്തുമായിട്ട് പലപ്പോഴും പല വയസ്സന്മാരെയും പുറത്താക്കിയപ്പോൾ നിങ്ങൾക്കറിയാം. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ പുരൻ്റെ അടുത്തോ അതിൻ്റെ അപ്പുറത്തോ കുടുംബത്തിലോ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. നമുക്കറിയാം 2 നാളെ പുറത്ത് കിടക്കണേ അല്ലേ എന്നൊക്കെ തോന്നുന്നില്ലേ? 2 നാളെ നിങ്ങൾക്കറിയെങ്കിൽ ലോകത്തെത്ര ആൾക്ക് എല്ലാവരെയും അറിയാം കേട്ടോ. മക്കളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാലേ ഭാര്യ എന്താ പറയുക അറിയോ? നിങ്ങൾക്കൊരു വിവരവുമില്ല. ഈ പുരണ്ടാക്കി മക്കളെ കെട്ടിച്ച് ഇതൊക്കെ ആക്കി റെഡിയാക്കി കഴിഞ്ഞ് വയസ്സായി ഊറ്റി എല്ലാം ഇനിയൊന്നുമില്ല. ഇപ്പം ആകെ നരച്ച കുറച്ച് താടിയുണ്ട്, മൂപ്പരുണ്ട് എന്നറിയാം, ഒരു കുപ്പായുണ്ട്. ആ ജാതിയിലായിക്കിന് ആ സമയത്താണ് മൂപ്പരോട് ഇവൾ പറയുന്നത്, മക്കൾ പറയുന്നത് ഇനി കേട്ടോളി, ഓൽക്കാ വിവരം. അതിനെന്താ, ഓല് ഇലക്ട്രോണിക് യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഓല് പറഞ്ഞേ കേൾക്കണം. അവസാനം ആ തള്ളനും കൂടി മക്കൾ പുറത്താക്കുമ്പോൾ ഓള് നിലവിളിച്ച് പറയും, അന്ന് നിങ്ങളോട് ചെയ്തേ എനിക്ക് അല്ല തന്നോന്ന് അറിയും, നിലവിളിക്കൂ അല്ലേ. അപ്പോൾ അയാൾ അനക്കത് കിട്ടണം പോയി, കരുണ പോയി, ആർദ്രത പോയി. കാരണം ഓളെ വിവരക്കുറവും ഓളെ വളഞ്ഞ വാരിയെല്ലാം കൊണ്ടുള്ള നിർമ്മാണത്താണ് ഓളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഓള് നരകത്ത് പോകേണ്ട ആളെ നമ്മൾ കഴിച്ചില്ലായില്ലേ, അവിടുന്ന് ഓളുണ്ടാവില്ല നമ്മളെ കൂടെ. നമ്മൾ കഴിച്ചില്ലായില്ലേ, നമുക്ക് തിരഞ്ഞെടുക്കാൻ അവസരം തന്നില്ലേ? നിങ്ങൾക്ക് വേണോ വേണ്ടേ? ഇല്ല, ഞാൻ അറിയായിട്ട് ചോദിക്കുക. ഇതൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാ പുരയിലുള്ള സ്ഥിതിയാണ്. അപ്പം ഇപ്പം പെണ്ണുങ്ങൾക്ക് ചൂടാവുണ്ടാവും. ഇനി ഇയാളെ ക്ലാസ്സിന് ഞാൻ വരില്ല അറിയും ഉണ്ടോ? ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ്. ഒരാളുടെയും പ്രയാസങ്ങൾ നമ്മൾ, കാരണം എന്താ അറിയോ, ഇവിടെ നേരും നെറിയും വാത്സല്യം ബഹുമാനവും ഒക്കെ നിലനിന്നിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പറയാൻ മാത്രമേ കഴിയുള്ളൂ. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയി കാലം കേട്ടോ. നേരും നെറിയും വാത്സല്യം ബഹുമാനവും ഒക്കെ വേണ്ടുവോളുണ്ടായിരുന്നൊരു കാലം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, മനസ്സിലായോ? എന്ന് മാത്രമല്ല, തൻ്റെ കർമ്മഫലങ്ങൾക്ക് ഞാൻ അള്ളാൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും, ഞാൻ ശിക്ഷിക്കപ്പെടുന്നുള്ള ബോധമുള്ള സമൂഹവും ഇവിടെ കുറവാപ്പം അല്ലേ. ഞാൻ ചെയ്ത കർമ്മഫലങ്ങൾ എനിക്ക് അള്ളാൻ്റെ അടുത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്നറിയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി തരാം. ഇപ്പോൾ ഓരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഭാര്യയുടെ തിന്മകൾ പരതി നടക്കരുത്. ഓളിലുള്ള നന്മകൾ കാണാൻ നിങ്ങൾ മടിക്കരുത്, മനസ്സിലായില്ല? പുരുഷൻ്റെ നന്ദികേട് അവിടെ വരിക. ഇങ്ങനെ ഓളിൽ എന്താണോ ദൂഷ്യമുള്ളത് അത് മാത്രം പരതി നടന്ന് അത് കുടുംബത്തൊക്കെ പോയി പറയും ചില ആണുങ്ങൾ. ഞാൻ ഒപ്പിച്ച് പോവുകയാണ്, പെങ്ങളോടാ പറയാ, പെങ്ങൾ മുന്തിയ സാധനമാണ്, ഇവൻ്റെ പെങ്ങളല്ലേ. ഓള് നല്ലോണം മൂട്ടിക്കൊടുക്കും അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പെണ്ണിൻ്റെ തിന്മകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കുടുംബത്തിൽ വിളിച്ച് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. കാരണം അത് നമ്മുടെ പങ്കാളിയുടെ മാനസികമായ അവളുടെ ആത്മാഭിമാനത്തെ നഷ്ടപ്പെടുത്തുക. ഓൾക്കൊരു ആത്മാഭിമാനമുണ്ട്, ആ അഭിമാനം നഷ്ടപ്പെടുത്താൻ നമ്മൾ കാരണക്കാരാവരുത്. എല്ലാവർക്കും ഒരു അഭിമാനമില്ലേ, അത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അതൊക്കെ വലിയ തിന്മയാണ്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിൻ്റെ മുകളിൽ കളിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ആൾക്കാരൊക്കെ പിന്നെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അതെന്താ കാരണം അറിയുന്നത്? ഈ ഭാര്യമാർ ഇത്രയും മോശമായ രൂപത്തിലേക്ക് പോകാൻ കാരണം, അതിനൊരു കാരണമുണ്ട്. നമ്മളോ കല്യാണം കഴിക്കുമ്പോൾ നമ്മളമ്മക്കും ബാപ്പക്കും ഒക്കെ വേണ്ട എന്താ അറിയാം, നല്ല തറവാട്ടിൽ നിന്ന് അത്യാവശ്യം പൈസ ഉള്ളിടത്തുനിന്ന് ഒക്കെ പെണ്ണിട്ടണം അല്ലേ. അതിലുണ്ടാകുക അതാണ് നമ്മളുടെ ഏറ്റവും വലിയ, അല്ലാണ്ട് ഒരു സ്വഭാവ വിശുദ്ധിയും വിനയവുമുള്ള സ്ത്രീകൾ യഥാർത്ഥത്തിൽ മനസ്സിന് മധുരമേകുന്ന മധുവാണ്. മനസ്സിന് മധുരമേകുന്ന മധുവാണ് ആര്? സ്വഭാവ വിശുദ്ധിയുള്ള സ്ത്രീകൾ. എവിടെപ്പുണ്ട്? മനസ്സിന് മധുരം നൽകുന്ന മധുവാണത്, തേനാണ്. ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ശീലാവതികളുടെ സാന്നിധ്യം ഏത് ശിലാഹൃദയനെയും എന്താക്കി കളയും, സ്വാധീനിക്കും അല്ലേ. അത് ശീലാവതികളായിരിക്കണം. അതിന് ശീലാവതികളെ കിട്ടണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ശീലാവതിനെ കിട്ടണം എന്നല്ല ഇപ്പം ആഗ്രഹിക്കുന്നത്. ചുംബന മത്സരത്തിൽ പങ്കെടുത്തോലെ കിട്ടണം, ചുംബന മത്സരത്തിൽ പങ്കെടുത്തോലെ കിട്ടണം. ഇനിയിപ്പം ചുംബന മത്സരം ഇപ്പോൾ റോട്ടുമലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ് അല്ലേ. ഇനിയിപ്പോൾ സംയോഗ മത്സരം തുടങ്ങും പ്രതീകാത്മകമായി. കാരണം മൂരിയും പശുവും പട്ടിയും പൂത്തും ഒക്കെ റോട്ടുമെന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രതീകാത്മകമായിട്ട് എന്ത് ചെയ്യുന്നത്, അവരുടേതായ സംയോഗം നടത്തുന്നത്. അതിപ്പോൾ നമ്മളിലേക്ക് കടക്കും. ഇപ്പം എന്ത് കാടത്തമുള്ള ആണും പെണ്ണും, ഏത് കുടുംബത്തിൽ പിറന്നവരാണ് ഇവർ, ഏത് സമൂഹത്തിൽ പിറന്നവരാണ് ഇവരെന്ത് പ്രതീകാത്മകതയാണ് ഇവരുണ്ടാക്കുന്നത്? മനുഷ്യൻ്റെ സംസ്കാരവും വിശുദ്ധിയും നന്മയും സകലതും
കളിച്ച് കുളിച്ച് നടക്കുന്ന കുറേ മോഡൽ ഗേളുകളും തെമ്മാടികളുമേ. അപ്പോൾ ഓരെ മാത്രം പറയണ്ട, കുറേ സിനിമയും സീരിയലും നടികളും നടീനടന്മാരും എല്ലാം കൂടി ഈ ഭൂമി കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ തരം നല്ല നല്ല കാര്യങ്ങൾ ചെറിയ ചെറിയ സംസാരമാക്കി നടത്തിക്കൊണ്ടുണ്ട്. വലിയ അത്ഭുതമാണ് കേട്ടോ. ഇവരെ കണ്ടാണ്ടല്ലോ എരുമയും പോത്തൊക്കെ പറയും, ഇവല അയാൾ നടന്നാൽ ഞാൻ കേട് വരുന്നു. കാരണം ആയിട്ടിയൊക്കെ നിങ്ങളിടില്ലേ നായൊക്കെ ഇങ്ങനെ പട്ടിൻ്റെ അയാളെ പോയി ഏതെങ്കിലും ഒരു ഇടവയ്ക്കോ എങ്ങനെയൊക്കെ തിരിച്ച് കൊണ്ടുപോയിട്ട് അതിൻ്റെ അയാൾ നടന്നിട്ട് അതിന് ഏതെങ്കിലും ഒരു കാട്ടുക്ക് കയറ്റും പട്ടിനെ, എന്നിട്ട് അമ്മക്കുള്ളൂ. അതിനമ്മക്കല്ല അങ്ങനെ റോട്ടുമ്പം തുടങ്ങും മൂപ്പര് ബലമായി, എന്നിട്ട് മെല്ലെ ആത്തോട്ടാ പോവുക. നമ്മളുടെ അല്ലപ്പം നമ്മൾ പുറത്തേക്ക് വരികയാണ്. ഇത്തരം സംസ്കാരമുള്ള സ്ത്രീകളുണ്ട് ഇവിടെ. അത്തരം സ്ത്രീകളാണ് നാട്ടിന് നമുക്ക് വലിയ ആപത്ത്. അത്തരം ആൺകുട്ടികളും ഒരുപാട് ഇതൊക്കെ ഏതോ അച്ഛനമ്മമാർക്ക് ജനിച്ചതാണല്ലോ അല്ലേ. അവിടെയാണ് ഇനി നമ്മളുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ഏത് തരം മാതാപിതാക്കൾക്ക് ജനിച്ചവരെയാണ് നമ്മൾ ഭാര്യയായി തിരഞ്ഞെടുക്കേണ്ടത്? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, തഖയ്യറൂ ലിനുത്ഫികും ഫഅൻകിഹു അൽ അക്ഫാ. നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയം നിക്ഷേപിക്കേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നല്ലത് തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുന്നിടത്ത് പാളിപ്പോയാണ്ടല്ലോ വലിയ അബദ്ധം ഉണ്ടാവും. അതുകൊണ്ട് ഫഅൻകിഹു അൽ അക്ഫാ, സമന്മാരെ തിരഞ്ഞെടുക്കുക. കല്യാണം കഴിക്കുമ്പോഴേ, ഇനിയിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ദീനുള്ളവർ ദീനുള്ളോലെ അല്ലേ, പണമുള്ളവർ പണമുള്ളോലെ, പണമില്ലാത്തോലെ അല്ലേ, ചുംബന സമരത്തിൽ പങ്കെടുത്തോല് ഓൽ തന്നെ. സമത്തോരെ വേണ്ടേ കല്യാണം കഴിക്കാൻ? അപ്പം നിങ്ങൾ ചോദിക്കും, സമ്പത്ത് ഇതിന് ആധാരമാണോ? ഉമറുല്ലാഹിൻ്റെ മോൻ കല്യാണം കഴിച്ചത് ബയ്യാത്തുല്ലബൻ പാൽ വിൽപ്പനക്കാരുടെ മോളല്ലേ? ഇവിടെ ഇപ്പോൾ ഉമറുല്ലാഹൊന്നും ഇല്ല, ആ പാൽ വിൽപ്പനക്കാരി വരില്ല. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ബക്കൊട്ടിയ കുറേ മനുഷ്യന്മാരാണ്. ഇത് ഇസ്ലാം ദീനും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നല്ലാണ്ട് ഇസ്ലാം ദീന് പുറലേക്കാണ്ട് കയറ്റിയാൽ സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കുമോ? അപ്പം നമ്മളോട് നബി അക്ഫാവ് നോക്കാനാണ് പറഞ്ഞത്, സമന്മാരായിരിക്കണം. ഒരേ തൂവൽ പക്ഷികളാവുമ്പോഴാണ് എന്തുണ്ടാകുക? തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിരഞ്ഞെടുക്കുന്ന ഭാര്യ ഏത് തരം ഭാര്യയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? ഈ തരത്തിലുള്ളത്. ഇനി നമ്മളുടെ ഭാര്യമാർ അവർ കരുണയുള്ളവരാവണം. വേണ്ടേ? വേണം. അവർക്ക് ഈ വളവുണ്ട്, അതവരറിയണം. അവരാണ് നരകത്തിൽ കൂടുതൽ, അതവരറിയണം അല്ലേ. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? സ്വർഗത്തിൽ കയറണമെങ്കിൽ അവർക്ക് മുകളിലുള്ള സ്വർഗത്തിൽ കയറുക, അവർക്ക് ഇങ്ങനെ പോയാൽ പോരല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറു നിസായിക്കും അൽ വലൂദ്, ഏറ്റവും നല്ല പെണ്ണ്, വിശുദ്ധയാർന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണാണ്. എൻ്റെ റബ്ബേ, ഞമ്മക്ക് ഈ കുട്ടി ഉണ്ടായത് ശേഷം അവളോട് കരുണ കുറഞ്ഞു തന്നെ. ഇത് തോനെ പ്രസവിക്കാം. മുമ്പൊക്കെ നമ്മളെ ഉമ്മക്കും ബാപ്പക്കും 11 കുറഞ്ഞ പരിപാടിയില്ലേ? 11 ഒറ്റയായ സംഖ്യയിലാണ് നിന്നത്. 11 മക്കൾ, 4 ആണും 7 പെണ്ണും, അങ്ങനെയൊക്കെയാണ് അല്ലേ? അല്ലെ 7 പെണ്ണും 4 ആണും, അങ്ങനെ തിരിച്ചുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉമ്മനെയും ബാപ്പനും നോക്കാൻ ഉള്ള കഴിവുറ്റ നല്ല മക്കളുണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. ഓള് പ്രസവിക്കണ്ട എന്നുള്ളവർക്ക് ആ കല്യാണം കഴിക്കുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് 5-6 കൊല്ലം കഴിയുമ്പോഴാണ് മൂപ്പർക്ക് ഒരു കുട്ടിയുടെ വേണ്ടി ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ ഇവർ രണ്ടാളും ഇങ്ങനെ ഇതന്നൊരു പണി, ഒരു കാര്യമില്ല, വിത്ത് ഇടുക എന്നല്ലാണ്ടേ ഒരു വിളയും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്നാൽ നമുക്ക് നോക്കുക, നമ്മൾ ഇതുവരെയുള്ള പരിപാടിയൊക്കെ നിർത്തി കുട്ടി ഉണ്ടാക്കാനുള്ള പണി നോക്കാൻ തുടങ്ങി. അപ്പം അള്ള പറഞ്ഞു, ഞാൻ ഇതുവരെ കളിച്ച് വേണ്ടാന്നുള്ളതല്ല അവിടേക്ക്. അപ്പോൾ പിന്നെ മൂപ്പര് ഡോക്ടർമാർ അയ്യാൽ അടക്കം തുടങ്ങി. പിന്നെ വേറെ ആരുടെയും കിട്ടുമോ നോക്കാൻ തുടങ്ങി ഇതിലേക്ക് വെക്കാൻ. അല്ലേ, നല്ല പ്രസവ ഗുണമുള്ള തറവാട്ട്, അതാണ് ദീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കരുണയാണ് ഈ മക്കളെ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. പെൺകുട്ടികൾ നല്ലോണം പ്രസവിക്കണം, നല്ല ആരോഗ്യം ഉണ്ടാവും. മനസ്സിലേ? നമ്മളമ്മമാരൊക്കെ പ്രസവിക്കാൻ വേണ്ടി പോയതെങ്ങനെയാ? 11ാമത്തെ പ്രസവം നടത്തുന്നത് തിരുമ്പണ കല്ലിൻ്റെ അവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ മരം വിറക് ചീന്തുകയാണെങ്കിൽ മഴു 11ാമത്തത് അവിടെ വെച്ചിട്ടാണ് പോയി പ്രസവിച്ചത് അല്ലേ? ഇപ്പോഴോ? ഇപ്പം കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ട അന്ന് മുതൽ കുലിക്കണ്ട എന്ന് പറഞ്ഞ് കൊണ്ട് കിടക്കുക. അപ്പോൾ അവിടെ എന്താ പ്രശ്നം?
യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ് ആളുകൾ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ ഏറ്റവും നല്ല പെണ്ണ് ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവളാണ്. എന്ത് പറഞ്ഞു? അൽ വദൂദ്, ഭർത്താവിനെ അളവറ്റ് സ്നേഹിക്കുന്നവളാണ്. അളവറ്റ് സ്നേഹിക്കണം ഭർത്താവിനെ കേട്ടോ. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഭർത്താവിനെ മാത്രം സ്നേഹിച്ചാൽ കനിവുള്ള ഭാര്യയാവില്ല. കാരണം ഭർത്താവിന് ഉമ്മയുണ്ട്, ഭർത്താവിൻ്റെ ഒപ്പമുണ്ട്, ഭർത്താവിൻ്റെ പെങ്ങന്മാരുണ്ട്, ഭർത്താവിൻ്റെ മനുജനും ജ്യേഷ്ഠനും, ഇങ്ങനെ പല ആൾക്കാരുണ്ടാവും അല്ലേ. അവരോടൊക്കെ ഒരു നയത്തിലും മയത്തിലും പെരുമാറി ശീലിക്കണം പെണ്ണ് അല്ലേ. ചില ഭാര്യമാർ പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുന്നതും ഭർത്താവിൻ്റെ പെങ്ങൾ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരെ ഭർത്താക്കന്മാരെ സംബന്ധിച്ചോളം ഭർത്താവിൻ്റെ പെങ്ങൾ ഭർത്താവിന് പെങ്ങളാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പിയും അവരുടെ ഉമ്മയും ബാപ്പിയാണ്, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ട് കൂട്ടരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ട കർത്തവ്യം ഈ ആണായ ഭർത്താവിനുണ്ട്. അവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. ചിലരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഉമ്മാക്കും ബാപ്പക്കും കരുണ കൊടുക്കും, അപ്പം ഭാര്യക്ക് കൊടുക്കൂല. ഭാര്യനോടപ്പം പറയുന്ന ഒരു വാക്കുണ്ട്, ഉമ്മയും ബാപ്പനും എനിക്ക് കിട്ടൂല, അന്ന എനിക്ക് എത്ര വേണേലും കിട്ടും എന്നെ പോലത്തെ. നോക്കണം നിങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ആർക്ക് വേണം, നിങ്ങളെപ്പോലത്തെ 100,000 എനിക്ക് ഇവിടെ ഉണ്ട് എന്ന് ഓള് നമ്മളോടാ പറഞ്ഞെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പം ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പൊന്ന് ആലോചിക്കണ്ടേ. ഇത് അവളെ ഈ വളഞ്ഞ ഭാര്യയെല്ലോണ്ടാണ് സൃഷ്ടിച്ചത്. അത് നമ്മളെ അമ്മയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. പെങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയും ഒരു യാത്ര പോകുക എന്ന് വെച്ചോളി. ചിലപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ, ചില ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് വന്നാൽ ഓള് പറഞ്ഞ് മൂപ്പിച്ച് കയറ്റിയിട്ട് നമുക്കൊന്ന് മൈസൂർ പോകാമെന്ന്, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ബാംഗ്ലൂരും മൈസൂരും ഒക്കെ പോയി, നമുക്കൊന്ന് പോവുക. അപ്പോൾ ആയിക്കോട്ടെ, ഈ ആരോടും പറയണ്ട, എൻ്റെ അമ്മനോടും പറയണ്ട, എൻ്റെ പെങ്ങളോടും പറയണ്ട. കാരണം ഓനക്കറിയാലോ എൻ്റെ അമ്മനെയും ബാപ്പയും പെങ്ങളിയൊക്കെ. അപ്പോൾ ഇവളെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ഓളെ ലോയക്കാറ്റിക്ക് ഫോൺ ചെയ്യും. അത് പെങ്ങൾ കേൾക്കും. പെങ്ങൾ അത് ഉമ്മനെ വിളിച്ച് പറയും, വലിയ പോണ്ടല്ലോ ഡിസംബർ 15 അപ്പം ഉമ്മ എനിക്കൊന്ന് കാണണം പോണ്. അത് ശരി കേട്ടോ. അപ്പോൾ ഇനി അഥവാ വണ്ടിയൊക്കെ വന്ന് പോകാൻ നേരത്ത് ഉമ്മയും മാറ്റിക്കുണ്ടാവും. നിങ്ങളെങ്ങട്ടാ? മൈസൂർക്കല്ലേ, ഞാനും ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. മോളെ ജിം കയറിക്കോ, സൈനബിയെ ജിം കയറിക്കോ, കൊയമോനെ ജിം കയറിക്കോ. എല്ലാ കൊയമോനും ദീ കൊയച്ചി ചുരുക്കത്തിൽ അപ്പം ഇവളെന്ത് പറയും? ഭാര്യ നിങ്ങളെല്ലാവരും പോയിക്കോളും, ഞാനില്ല. അനുഭവിക്കില്ലേ ഇല്ലേ? കാരണം ഓള് വിചാരിക്കുന്നത് പടച്ചോനെ 2 കൊല്ലമായി ഞാൻ ഈ ഭർത്താവിനെയും കാത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ 1 കൊല്ലമായി ഇയാൾ ഗൾഫിലാണ്, ഇയാൾ വന്നിട്ട് വേണം ഒരു ചെറിയ സമയം സമാധാനപരമായിട്ട് സന്തോഷത്തോട്ട് ഒരു കാരുണ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക. അതിനൊരു അവസരം ഉണ്ടാക്കിയതാവൾ. ആ അവസരം പലപ്പോഴും എല്ലാം കഴിഞ്ഞ പ്രായം ചെന്ന ആളുകൾ മുടക്കിക്കളയും. കരുണയില്ലാത്ത കുടുംബം, ഒന്നും അറിയുന്നില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് ഒരുപാട് മോഹങ്ങളുണ്ട്, ആ മോഹങ്ങൾ തകർത്തെറിയരുത്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യമാരാവണം, എന്നാലേ സ്വർഗത്തിൽ കയറാൻ പറ്റുള്ളൂ. ഭർത്താവിന് കേട്ടോ. ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒതുതാൻ കഴിയില്ല, ഭർത്താവിനോട് വേണം. ഭർത്താവിനെ നമ്മൾ ഏത് ശിലാഹൃദയനാണെങ്കിലും നമ്മുടെ ശീലാവതിയായ ഒരു ഭാര്യയ്ക്ക് കയ്യിലെടുക്കാൻ കഴിയും കേട്ടോ. ഒറ്റപ്പെട്ട ആളുകളെ മാത്രമേ കയ്യിലെടുക്കാൻ കഴിയാണ്ടുണ്ടാവുള്ളൂ. ചില പുരുഷന്മാരുണ്ട്, അത് മബിനി എന്ന് പറയും അറബി ഭാഷയിൽ, മബിനിയാണ്. അത് അനങ്ങൂല, പാറ പോലെ ഉറച്ചയാതി ഉണ്ടാവും, അല്ലാത്തൊക്കെ ശരിയാവും കേട്ടോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അൽ മുവാസിയത്ത്, അവൾ എപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും ഭർത്താവിനെ. നല്ല സ്വർഗത്ത് പോകേണ്ട പെണ്ണ് ഭർത്താവിനെ ആശ്വസിപ്പിക്കുക ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ എത്ര കൊല്ലായിന്ന് ഗൾഫിൽ പോകണേ, എന്താ നിങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങൾ പറയും. ചിലവ് കഴിഞ്ഞു എന്നുള്ള അല്ലാണ്ട് എന്താ ഉള്ളത്, നമുക്ക് എന്താ ഉള്ളത്, നിങ്ങളൊന്ന് പറയും. അപ്പോൾ അയാൾക്ക് ആകെ ബേജാറായി. നിങ്ങളെ ആരോഗ്യം പോയില്ലേ, നിങ്ങളെന്താ ഉണ്ടാക്കിയത്, നിങ്ങൾ ഇന്ന് തന്നെ മരിച്ചു പോയാൽ അതൊക്കെ പറയാം. മരിച്ചു പോയിട്ട് പറയല്ല, അതൊരു വിലയില്ലാത്ത വർത്താനം പറയാണ്. സാധു വിവരമില്ലല്ലോ, ആ വളവുള്ളതല്ലേ. നിങ്ങൾ ഇന്ന് തന്നെ മരിച്ചാൽ എൻ്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് സ്വന്തം കാര്യമാണ്. അങ്ങനെ പെണ്ണ് ചെയ്യുന്നവളല്ല കരുണയുള്ള ഭാര്യ. അവൾ ആശ്വസിപ്പിക്കും. അൽ മുവാത്തിയത്ത്, നല്ല ക്ഷമയോടുകൂടി ജീവിക്കും. അതൊന്നും ഇപ്പം ഉണ്ടാവില്ല നാട്ടിൽ. നല്ല ക്ഷമയുള്ള പെണ്ണുങ്ങളൊന്നും ഇപ്പം ഇല്ല. അനങ്ങുമ്പോഴേക്കും ദേഷ്യം പിടിക്കുന്നു. ഇപ്പം പുരുഷന്മാരെക്കാൾ ദേഷ്യം പിടിക്കുന്നത് പെണ്ണുങ്ങളാണ്. ആണുങ്ങളിപ്പോൾ വൈതിരിഞ്ഞാളുക, ഓരോരോ പണി അങ്ങ് എടുത്ത് വെക്കും, എന്നിട്ട് ആണുങ്ങൾ മുണ്ടാണ്ടായി നിൽക്കും. കാരണം മുണ്ടിയ കുടുംബത്തിൻ്റെ സമാധാനം ക്ഷമയിലാണെന്ന് പഠിച്ചത് മൂപ്പര.
ഓൾ പഠിച്ചില്ല. ക്ഷമ ഓൾക്കാ വേണ്ടത്. ഇനി മോശപ്പെട്ട പെണ്ണോ, അതും അറിയണല്ലോ. നരകത്ത് പോകേണ്ട പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ള പറയാണ്, ഷർറു നിസായിക്കും അൽ മുത്തബരിജാത്ത്. നരകത്ത് പോകേണ്ട പെണ്ണുങ്ങൾ പൊങ്ങച്ചവുമായി നടക്കുകയ്യ. ശരീരത്തിൻ്റെ സൗന്ദര്യം അത് മാറ്റുകൂട്ടുക, അതിന് ഫാൻസി സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങാൻ പോവുക, അതിന് പിന്നെ ആവശ്യമായ മുഖചർമ്മം ഒക്കെ നന്നാക്കാൻ അങ്ങനെ നടക്കുക. രാവും പകലും മുഖചർമ്മം നന്നാക്കണോളം മോന്ത കണ്ടിട്ട് നിങ്ങൾ സാധനം മേൽപോട്ട് അപ്ലൈ ചെയ്യുക, താഴോട്ട് സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒല്ലേ ബ്യൂട്ടി പാർലേഴ്സ്. അവരുടെ മോന്ത കണ്ടിട്ട് മെഞ്ഞാനത്തെ ഗോതമ്പം കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച മാതിരി ആ മോന്ത. മെഞ്ഞാനത്തെ ഗോതമ്പം കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച നീല നിറം, കാർവർണ്ണൻ്റെ നിറാവും. അക്കോലത്തിൽ ഐറ്റിങ്ങളെ മോന്ത. അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ട് പ്ലക്കർ ഇങ്ങോട്ട് വരയ്ക്കുക, മറ്റേത് ഇങ്ങോട്ട് വരയ്ക്കുക, കൺപീലി ഇങ്ങോട്ടാക്കുക, അത് ഏറ്റ് നടക്കുക, കൈയിൻ്റെ നഖമൊക്കെ നീട്ടുക, എന്തെങ്കിലും ചെയ്യാൻ കഴിയാണ്ട്. മുമ്പ് എത്യോപ്യക്കാരൊക്കെ മൂരിനെ വരെ അറക്കുന്ന നഖം കൊണ്ടാന്ന് പറഞ്ഞു റസൂല്. നഖം കൊണ്ട് മൂരിനെ അറക്കുമായിരുന്നു എത്യോപ്യക്കാർ. അത് അവർ നഖം അത്ര നീട്ടും. അങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ ഓരോന്നിങ്ങനെ ശരിയാക്കി എടുക്കുക, പിന്നെ കയ്യിലും കാൽമലും അവിടെ ഇവിടെയും കഴുത്തിലൊക്കെ ചിത്രം വരഞ്ഞ് ഇങ്ങനെ നടക്കുക. ഒന്നിനും കൊള്ളരുതാത്ത ഒരു ചവറ് ജാതികൾ. അതിനെ കാണുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവരെങ്ങനെ ഈ പർദ്ദയൊക്കെ ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അതുപോലെ എപ്പോഴും ഇവരെ കാണുമ്പോൾ വിചാരിക്കലുണ്ട്, എനിക്ക് ഈ കോന്തനെ കിട്ടിയതിനെ കൊണ്ട് അങ്ങനെ ആയത്. അതായത് നിങ്ങളെ കിട്ടിയതിനെ കൊണ്ട് അതേമാതിരി കഴുത്തിലൊക്കെ വരിയാൻ നോക്ക് പൂതിയില്ലായിട്ടല്ല, നിങ്ങൾ സമ്മതിക്കായിട്ടാ. കൈമലും കാൽമലും തുടമലും ഒക്കെ വരണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, എനിക്ക് കിട്ടിയ കോന്തൻ അജാതിയല്ല, ഒരു കേന്നമ്മ. ഒരു കേന്നമ്മ അത് അന്ന് തന്നെ എടുക്കേണ്ടില്ലേ എന്നാണ് പറയൽ. അല്ലേ? അപ്പോൾ എന്താ കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചോളം അവരുടെ തോന്നിവാസ ശീലത്തിന് നമ്മൾ അനുഗുണമായി പെരുമാറുകയാണെങ്കിൽ അവർ നല്ല ഭർത്താവാണ് നമ്മൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട പെണ്ണതാണ് അൽ മുത്തഹയ്യിലാത്ത്. പൊങ്ങച്ചക്കാരാണ്. ഭയങ്കര പൊങ്ങച്ചാണുള്ള പെണ്ണുങ്ങൾ. എന്തെല്ലാം പൊങ്ങച്ചാ വിടുക അറിയോ? ടി വി ഇല്ലാത്തോലെ പുറേ പോയിട്ടും, ഫ്രിഡ്ജില്ലാത്തോലെ പുറേ പോയിട്ടും, AC ഇല്ലാത്തോലെ പുറേ പോയിട്ട് പറയാൻ എന്താ അറിയോ, എൻ്റെ പിയാപ്പിൾക്ക് AC ഇല്ലാണ്ട് ഉറങ്ങാനേ കഴിയൂല. മനസ്സിലായോ? പിന്നെ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ ഇതന്നെ റെയിൽമ കുത്തുന്ന ദൂരിയോനാ ഇതുവരെ. ഗൾഫിൽ പോണത് വരെ. ഗൾഫിൽ പോയി പൈസ 4 ഉക്കാൽ ഉണ്ടാക്കിയപ്പോഴാണ് എന്തുണ്ടായത്, ഈ ഇതൊക്കെ ബാത്ത് അറ്റാച്ചിലൊക്കെ ആക്കിയത്. അതിൻ്റെ മുമ്പ് റെയിൽമ കുത്തുന്ന ദൂരേ. അല്ലേ? ഇപ്പം ഓനക്ക് ഇതില്ലാണ്ട കയ്യേ ഇല്ല. ജാതി പൊങ്ങച്ചാ വിടുക. കേൾക്കണവർക്ക് എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കികൾ, അല്ലേ? അതാ പറഞ്ഞത്. വളരെ മോശപ്പെട്ട പെണ്ണ് പൊങ്ങച്ചക്കാരികളായിരിക്കും കേട്ടോ. ഹുന്നൽ മുനാഫിഖാത്ത്. അവർക്ക് ഈമാൻ ഒരിക്കലും കയറൂല. ഈ പൊങ്ങച്ചവും ഈ പറഞ്ഞ പിന്നെ വസ്ത്രത്തിൽ വളരെ ഗുണപരമായ നിലവാരങ്ങൾ വരുത്തി അതിൻ്റെ മുകളിൽ പൂവ് പണിഞ്ഞ് അങ്ങനെ നടക്കുന്ന പൊങ്ങച്ചക്കാരികളായ ആളുകൾക്ക് ഈമാൻ കൽബിക്ക് കയറുകയില്ല. ഹുന്നൽ മുനാഫിഖാത്ത്. അവർ കപടവിശ്വാസികളാണ്. ലാ യദ്ഖുൽ ജന്നത്ത മിൻഹുന്ന. അവരിൽ നിന്ന് ആരും സ്വർഗത്തിലുണ്ടാവില്ല. ഈ പണ്ടെടുക്കുന്ന ഒരു പെണ്ണും സ്വർഗത്തിലുണ്ടാവില്ല കേട്ടോ. പക്ഷെ അത് നമ്മളെ ഭാര്യയാവണോ? ആവരുത്. നിസാവുക്കും മിൻ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ പെണ്ണ് അൽ വദൂദ്. ഭർത്താവിനെ അളവറ്റ് സ്നേഹിക്കുന്ന ആളുകളായിരിക്കും കേട്ടോ. നല്ല പെണ്ണതാണ്. നബി ഒരു കവി പറഞ്ഞു, തുലിഉൽ ലലാമ ബിൽ അഷാ. കൂരിട്ടുള്ള രാത്രിയിലും നല്ല പെണ്ണ് ശോഭിക്കും. ഏതുപോലെ? കഅന്നഹ മനാറത്തുൻ. അതൊരു റാന്തൽ പോലെയാണ്. മുംസി റാഹിബ് മുത്തബത്തലി. ഒരു പിന്നെ ആരാധനയിൽ മുഴുകിയ ഒരു സന്യാസിയുടെ കയ്യിൽ പിടിച്ച റാന്തൽ പോലെ ഓളെപ്പോഴും ഏത് കൂരിട്ടത്തും പ്രകാശം നൽകി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏറ്റവും നല്ല പെണ്ണിൻ്റെ പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് ഏറ്റവും നല്ല പെണ്ണിനെ വിവാഹം കഴിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറണം. കല്യാണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗന്ദര്യത്തിനും സമ്പത്തിനും പ്രാധാന്യം കൊടുക്കരുത്. സമ്പത്തിനും കൊടുക്കരുത് പ്രാധാന്യം, സൗന്ദര്യത്തിനും. ഇപ്പം എല്ലാവരും പറയലതാ, എനിക്കൊന്നും വേണ്ട, ഇച്ചിരി സൗന്ദര്യം വേണം. എന്താ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ? തൊലിവെളുപ്പ്, അല്ലേ? തൊലിവെളുപ്പുള്ളതിനനുസരിച്ച് ഓളുടെ ശരീരത്തിൻ്റെ ശരിക്ക് നല്ല തിളങ്ങുന്ന കണ്ണുകളും മിനുസമുള്ള മേനികളും രക്തം തുളുമ്പുന്ന പ്രസരിപ്പും ഒക്കെ ഒരു ചെറിയ രോഗം വന്നാൽ പോയില്ലേ? ഇല്ലേ? അങ്ങനല്ലേ? തിളങ്ങുന്ന കണ്ണിന് തിളക്കം കുറയില്ലേ? ഇപ്പം ഇന്നലെ വരെ എനിക്കൊരു വിഷമമില്ല. ഇന്നലെ രാത്രി അതിശക്തമായി പനിച്ചു. അല്ലാത്ത പ്രയാസം, ഭയങ്കര ക്ഷീണം. ഇങ്ങോട്ട് പോരുന്നത് വരെ ഗുളിക ഇങ്ങനെ കഴിച്ച് ഇതിന് സെറ്റാക്കി എടുത്തതാണ്. സൗണ്ടൊക്കെ പോയി. പക്ഷേ
എന്താ പറയുക, അള്ളാഹു ഈ സമയമായപ്പോഴേക്കും എന്തോ ഒരു ഭാഗ്യം എനിക്ക് തന്നു നിങ്ങളോടൊപ്പം സംസാരിക്കാൻ. അത് ഞാൻ വിളിച്ച് പറഞ്ഞു വിചാരിച്ചത്. അവസാനം എന്നെ വിളിക്കുന്ന സമയത്തൊക്കെ എൻ്റെ സൗണ്ട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇവരൊക്കെ വീരാങ്കോയ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഓളിനോളാനെ കൊണ്ട് ആരുടെ സൗണ്ടാണ് പോയത് വന്നതെന്നൊന്നും മൂപ്പർക്ക് അറിയില്ലല്ലോ. ഒരുപാട് വർക്ക് നടക്കുമ്പോൾ ആരോ സൗണ്ടൊക്കെ പോയിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ എന്തോ അള്ളാഹുവിൻ്റെ ഒരു ഇതുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കരുത്. അത് നബി പറഞ്ഞത് ഇങ്ങനെയാണ്, ലാ തസവ്വജൂഹുന്നലി മാലിഹിന്ന, പണത്തിന് വേണ്ടി കല്യാണം കഴിക്കരുത്. അല്ലേ? വലാ തസവ്വജൂഹുന്നലി ജമാലിഹിന്ന, അവരുടെ ഭംഗി കണ്ടിട്ട് കല്യാണം കഴിക്കരുത്. കേട്ടോ? ഭംഗിയും കണ്ണിൻ്റെ തിളക്കും ശരീരത്തിൻ്റെ മേനി കൊഴുപ്പും ഒക്കെ ഒരു ചെറിയ രോഗം വന്നാൽ തീർന്നതിൻ്റെ കഥ. കേട്ടോ? അതുകൊണ്ട് അതിനൊന്നും പ്രാധാന്യം കൊടുക്കരുത്. പിന്നെ എന്തിനാണ് കൊടുക്കേണ്ടത്? ഫൽഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. മതബോധമുള്ളവരുമായി ബന്ധപ്പെടണം, എന്നാലേ കുഫു വെക്കുള്ളൂ. പക്ഷെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം മതബോധം ഉണ്ടെന്ന് വരുത്തലാണ്. ഇപ്പോൾ ഒരു പുതിയ നമ്പർ അതാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിയാൻ നല്ല കുടുംബം ബന്ധമൊക്കെ കിട്ടാൻ നല്ലത് പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡൻ്റ് ആകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രസിഡൻ്റ് ആകണമുണ്ട്, സെക്രട്ടറി ആകണമുണ്ട്. മനസ്സിലായി? പള്ളി കമ്മിറ്റിൻ്റെ പെൺകുട്ടികൾ 3-4 ഉണ്ടാകുമ്പോൾ അമ്പൈക്ക് അങ്ങനെ കൊണ്ട് കൂടി ആ കല്യാണമൊക്കെ കഴിയുന്നത് വരെ മൂപ്പര് അതിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി ആയി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, എനിക്കറിയാം, ഒരുപാട് ആൾക്കാരെ, ഒന്നൊന്നുമല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ കാര്യം കഴിയാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ ആളുകളാവുക. അവർ യഥാർത്ഥത്തിൽ ദീനുള്ളവരല്ല. ഫൽഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞാൽ മതബോധമുള്ളവരല്ല. മതബോധം എന്ന് പറയുന്നത് മനസ്സ് ശരിക്ക് സംശുദ്ധായിരിക്കും. മതം അങ്ങോട്ട് കയറിയാൽ ഒരു പകയും വിദ്വേഷവും അസൂയും ഒന്നും ആ കൽബിൽ നിൽക്കൂല. ശരിക്ക് മാത്രമേ അവിടെ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. തെറ്റ് അവിടുന്ന് തനിയെ ഒഴിഞ്ഞു പോകും. കേട്ടോ? അപ്പോൾ സാധാരണ ഇപ്പോൾ ആളുകൾ നമ്മൾ പിന്നെ ചിലരൊക്കെ പെണ്ണ് കാണാൻ ചെന്നാൽ പെണ്ണിൻ്റെ വീട്ടുകാർ ഓളമ്മ പറയും, ഇന്നലെ ഞാനും എൻ്റെ മോളും രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ നീച്ചപ്പോൾ പിയാപ്പിളിൻ്റെ വീട്ടുകാരോട് പറഞ്ഞാൽ എന്ത് നീച്ചപ്പോൾ എന്താ നിങ്ങളോട് പറഞ്ഞത്, കറണ്ട് പെട്ടെന്ന് പോയി, എന്തോ വേറെ ഇവിടെ ദുനിയാവിലെന്തോ വല്ല ലോകാവസാനത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട വാര്യാ പറയുക. ഇപ്പോൾ ഇതെന്തിനാ അത് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഉമ്മയും മോളും തഹജ്ജുദിലാണ് എന്ന് ഇവരെ അറിയിക്കുകയാണ്. അപ്പം മറ്റൊരു പിയാപ്പിളിൻ്റെ വീട്ടുകാർ അത് തന്നെയാണ് ഓൻ്റെ സ്ഥിതി. ആരെ സ്ഥിതി? ഓൻ വന്ന് 2 മണിക്കാ പറലേക്കെ, ഓനും രാത്രി റോട്ട് പത്ത് തഹജ്ജുദില്ല. ഇങ്ങനെ പല നമ്പറും ഇറക്കിയിട്ട് അതിലിറങ്ങും നമ്മളെപ്പോലുള്ള പാവങ്ങൾ. കാരണം ദീനുള്ളവർക്ക് കളവ് മറ്റോല് പറയുമ്പോൾ അത് കളവാന്ന് ബോധ്യപ്പെടാൻ കഴിയില്ല. കാരണം നമ്മളെല്ലാം സ്ട്രേറ്റ് ഫോർവേഡായിട്ടാണ് ചിന്തിക്കുക. അങ്ങനെ അപ്പം അങ്ങനെ ദീന് ഒരു കൊണ്ടടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹജ്ജിന് പോവുക, അതൊന്നും ദീനല്ല. ഇടയ്ക്കിടയ്ക്ക് ഹജ്ജിന് പോവുക. ഇവിടെ ഒരു ഹജ്ജ് ഒലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ഓക്കെ. ഇനി അടുത്ത ഹജ്ജുകളൊക്കെ ചെയ്യല്ല, ഹജ്ജല്ല വേണ്ട. ഇവിടെ അതിലും വലിയ ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം കാണാൻ നടന്നു. അതെ. അപ്പം ചിലർ നമ്മൾ കൊല്ലം ഉമ്രക്കുണ്ട്, അടുത്തൊല്ലം ഉമ്രക്കുണ്ട്. ഈ ഉമ്ര കച്ചവടം ഭയങ്കര. അപ്പോൾ ഉമ്ര കച്ചവടം ഹജ്ജ് കച്ചവടം ഇങ്ങനെ പൊടിക്കുകയാണ്. കാരണം നമ്മൾ നല്ല ആർഭാട വിഭൂഷികളും പൊങ്ങച്ചത്തിൻ്റെ ആളുകളുമാണെന്ന് ഇബിലീസ് ഓടുന്നോ കേട്ടറിഞ്ഞിട്ട് അത് ഉണ്ടാക്കിയത്. അത്ര ഇതാണ് ഇപ്പം. എന്താ നിങ്ങൾ പറഞ്ഞ 5 സക്കാത്ത് കൊടുത്തില്ല ഉമ്ര കഥവായിന്, ഹജ്ജിനത പാടച്ചെന്ന് 5 പൈസ. 5-ാമത്തെ ഹജ്ജ് 5 സക്കാത്ത് കൊടുക്കൂല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നിട്ട് അതിൻ്റെ ഒരു പൊങ്ങച്ചം. എങ്ങനെ പൊങ്ങച്ചം ഇവിടെ വെച്ചാൽ 2000 ഞാനും എൻ്റെ ഭാര്യയും കൂടി ഹജ്ജിന് പോവുക. ആ സമയത്ത് ഭയങ്കര തണുപ്പ് സമയമായിരുന്നു. ഇപ്പം നമ്മൾ 2006 പോയി, ഞാനും അളിയനും എൻ്റെ അഞ്ചനും കൂടി. അപ്പോൾ ശരിക്കും തണുപ്പ് കുറവാണ്. തണുപ്പ് അറിയിക്കാൻ മൂപ്പര് പോവുക ഹജ്ജിന്. ഇപ്പം 2011 പോയി. ബാബു ഇബ്രാഹിമിൻ്റെ അവിടെയൊക്കെ കാണേണ്ടതാ മോനെ. ഇബാദത്തൊക്കെ പൊങ്ങച്ചത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ സംഗതിയായി മാറി കേട്ടോ. ഒന്നും കൊണ്ടാകണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്യാണം കഴിക്കുമ്പോൾ പരലോകത്തിന് താങ്ങായി നിൽക്കുന്ന ഒരു ഭാര്യയെ തരിക. പരലോകത്തിന്. ആ ചെറുപ്പക്കാർക്ക് പരലോകം ബോധേ ഉണ്ടാവില്ല. കാരണം നമ്മളെ വാപ്പ അമ്മയും ഏറ്റവും അവിടെ കടിപിടി നടക്കുന്ന ആ സാഹചര്യത്തിൽ വളർന്ന മക്കളതൊക്കെ. പിന്നെ ഓടുന്ന മതബോധം ഉണ്ടാവുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ കൻസ്, മതബോധമുള്ള ഭാര്യയെ കിട്ടുമെന്ന് പറഞ്ഞു പറയാം. ഖൈറുൽ കൻസ്, ഏറ്റവും ഉത്തമമായ നിധി ഒരു മനുഷ്യൻക്ക് ഉണ്ടാവേണ്ട നിധി 3 എണ്ണമാണ്. 1,
ലിസാനൻ ദാക്കിറൻ, അള്ളാഹുവിനെ സദാസമയവും സ്മരിക്കുന്ന ഒരു നാവ്. എപ്പോഴും അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിനെ പറ്റിയൊക്കെ റസൂൽ എന്താ പറഞ്ഞത്? കൻസും മിൻ കുനൂസിൽ ജന്ന. ആ പദം എന്താണ്? സ്വർഗത്തിലൊരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അറബികളൊക്കെ എപ്പോഴും ഉപയോഗിക്കും. അത് അവർ അറിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അറിഞ്ഞൂടാ, ഒരു ഉപയോഗിക്കാറുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലിസാനൻ ദാക്കിറൻ. അല്ലോ, നല്ല ഒരു സമയം നമ്മളെ നാവിന് അത് പരിശീലിപ്പിക്കുക. നിധി കിട്ടിയോനാന്നാ പറഞ്ഞത്. കൽബൻ ഷാക്കിറൻ, നന്ദിയുള്ളൊരു മനസ്സ്. ഇപ്പോൾ ആളുകൾക്കില്ലാതെ പോയൊരു സാധനമാണ്. ആർക്കും ഇല്ല കേട്ടോ, എല്ലാവരും നന്ദി അഭിനയിക്കുക അല്ലേ. നന്ദിയുള്ളൊരു ഹൃദയം, ഒരു നിധി കിട്ടിയോനാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞവൻ പറഞ്ഞു, സൗജത്തൻ മുഅ്മിനത്തൻ, വിശ്വാസിനിയായൊരു ഭാര്യയെ കിട്ടിയാൽ നിധി കിട്ടിയവൻക്ക്. എന്നിട്ട് പറയാണ്, തുഈനുബി അംരിൽ ആഖിറ, അവന് പരലോകത്തിന് താങ്ങായി നിലനിൽക്കും. അവൻ്റെ പരലോകം ശരിയാകാൻ താങ്ങായി കൂടെ ഉണ്ടാവും ഭാര്യ. അത് വലിയൊരു കിട്ടലല്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റസഖഹു ഇംറാത്തൻ സാലിഹ, ദാമ്പത്യ ജീവിതത്തിൽ ഒരു സാലിഹത്തായ പെണ്ണെ വിവാഹം കഴിച്ചാൽ, ആർക്കെങ്കിലും ഭാഗ്യം ലഭിച്ചാൽ, ഫഖദ് ആനഹു അലാ ഷത്രി ദീനിഹി, അവൻ്റെ ദീനിൻ്റെ പകുതി ഭാഗത്തിന് വേണ്ടി അള്ളാഹു അവനെ സഹായിച്ചു കഴിഞ്ഞു. പകുതി ഭാഗം. നല്ലൊരു ദീനുള്ള പെണ്ണെ കിട്ടിയാൽ ദീനിൻ്റെ പകുതി പുറേ കൊണ്ടുവന്നു കേട്ടോ. ചെറുപ്പക്കാർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കുക ആളുകൾ എന്താ അറിയോ, ഓം ഡോക്ടർ അല്ലെങ്കിലും വേണ്ട, കുടുംബത്തിൽ എത്ര ഡോക്ടറുണ്ട്? ഡോക്ടറുണ്ടല്ലേ. ഡോക്ടർക്ക് രോഗം വന്ന് കഴിഞ്ഞ് വീട് മരിച്ചു, അപ്പോഴോ പിന്നെ പുറയിൽ ഡോക്ടർ ഇല്ല, അയാൾ പോയി. ഡോക്ടർ ആക്സിഡൻറ്റിൽ മരിച്ചു, അപ്പോഴും പോയി അല്ലേ. ഇങ്ങനത്തെ വളരെ ജാടയുള്ള സമീപനത്തിന് പകരം ദീനുള്ള പെണ്ണ് വിവാഹം കഴിച്ചാൽ പകുതി ദീന് പുറലേക്ക് വന്നു. ദീനുള്ള പെണ്ണ് പുറലേക്ക് എത്തുന്നത് ദീനില്ലാത്ത പുറക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല, മനസ്സിലായോ? അപ്പോൾ അവിടെയും പ്രയാസങ്ങൾ വരും. അപ്പം രണ്ടാമത്തെ നബി പറയാണ്, ഫഖദ് ആനഹു അലാ ഷത്രി ദീനിഹി ഫൽയത്തഖില്ലാഹ് ഫി ഷത്രി സാനി. പകുതിയല്ലേ കിട്ടിയിട്ടുള്ളൂ, ഇനി പകുതി അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി, സ്വർഗ്ഗമായി. അപ്പം പകുതി കല്യാണത്തോട്ട് ഭാര്യനെ കിട്ടുന്നതോട്ട് ഒരാളുടെ ദീന് പകുതി കൈമലായി എന്നാ കേട്ടോ. ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഭാര്യനെ കിട്ടി, ഇപ്പോൾ അങ്ങനത്തെ ഒന്നല്ല ഇപ്പോൾ നമ്മളെ കൈമകളിലൊന്നും ആണോ? അല്ല. നിങ്ങൾ പറയും എന്താ, എല്ലാവരുടെ കൈമ കിട്ടിയതും ഇങ്ങനെ തന്നെ. പക്ഷേ ചില ഭാര്യമാർ സാബിറത്തായിരിക്കും, ക്ഷമാശാലിനിയായിരിക്കും, ചിലർ സംസാരം കുറവായിരിക്കും. ചില പുരുഷന്മാരുണ്ട് അങ്ങനെ കുറഞ്ഞ സംസാരം, ഭയങ്കര സഗൗരവം, അങ്ങനെ നിൽക്കരുത് പുരുഷന്മാർ. ഭാര്യമാരോട് എപ്പോഴും കൂടുതൽ സംസാരിക്കണം. ഏത് ഭാര്യയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ ഭർത്താവുമായി സംലപിച്ചിരിക്കാൻ. അത് ഓളെ ഏറ്റവും ജീവിതത്തിലെ മോഹം, നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾ അതിന് പകരം നിങ്ങളിങ്ങനെ തെണ്ടി നടക്കുക, ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട് പയ്യ, ഓൾക്ക് പിന്നെ എന്താ പണി? നിങ്ങൾക്ക് വെച്ച് കളമ്പുക, നിങ്ങളെ കുട്ടികളെ പോറ്റുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസവത്തിന് ഒരുക്കി തരിക ഓളെ ശരീരം, ഇതാണ് പോളെ പണി. അങ്ങനെ ആകുമ്പോൾ പെണ്ണ് മടുത്തു പോകും കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും അവളോട് സല്ലപിക്കണം. ആ സല്ലപിക്കുന്ന സമയത്ത് പലപ്പോഴും കച്ചറാവും, കച്ചറായിക്കോട്ടെ. നിങ്ങൾ അപ്പോഴൊക്കെ അതാ പറയുക, ഞങ്ങൾ നല്ല ആളോടാ സല്ലപിക്കാൻ പോകുന്നത് എന്ന് പറയും. അങ്ങനെ പറയരുത്. സല്ലപിക്കാൻ പോയാൽ ഉണ്ടാവും. കാരണം ചിലവരൊക്കെ റൊമാൻറ്റിക് മൂഡിൽ മഗ്‌രിബ് നിസ്കരിച്ച് പുറത്തേക്ക് വരും, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് കടലയ്ക്കൊക്കെ വാങ്ങി കൊലായിലേക്ക് മുറ്റത്തേക്ക് ഒരു രണ്ട് ഇതൊക്കെ എടുത്തിട്ട് ഇരിക്കും, നമുക്ക് രണ്ടാവും കുറച്ച് നേരം വർത്താനം പറയാൻ. നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ബുദ്ധി കുറവാണ് ഇതൊക്കെ കാരണം. അതോടുകൂടി ഓള് കസേരയിൽ നീച്ചു പോകും. പിന്നെ കസേരകൾ അത്തിട്ടോ. നർമ്മസല്ലാപങ്ങളാണ് വേണ്ടിയത് കേട്ടോ. ഭാര്യമാർക്ക് എപ്പോഴും ഓർക്കാനും ഓമനിക്കാനും ഓർത്തു വെക്കാനും പറ്റാവുന്ന നിമിഷങ്ങൾ ഭർത്താവ് കൊടുത്തിരിക്കണം, മരണം വരെ കേട്ടോ. നമ്മൾ മരണം വരെ കൊടുക്കൂല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ സത്തേ മുത്തേ എന്ന് വിളിക്കണ കാനോത്ത് രാവാണ് എന്നിട്ട് ഇങ്ങനെ പട്ടി കീറുടിയായി നടക്കുക അല്ലേ. സത്തും മുത്തും ലങ്കിമാറിയെന്ന് കണ്ട് എന്ത് പുണ്ണാക്ക് ലങ്കി മറിയാനോ ഒന്നും അറിയാനില്ല അവിടെ കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മൂപ്പർക്ക് തോന്നുന്നത് നമ്മളെ ഭാര്യനേക്കാൾ നല്ല ഓളെ ഉമ്മയെന്ന് തോന്നുന്നു. അത് അങ്ങനെ തോന്നുന്നുണ്ട്. ഡറബേ ഉമ്മനോട് കരുണ. ഇത് എന്താ കാരണം വെച്ചാൽ, ഡിസ്പോസ്ഡ് സംസ്കാരം വന്നപ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറിയ ഒരു പ്രശ്നമാണ്. ചായ കുടിക്കുക ഗ്ലാസ് വലിച്ചെറിയുക, ഭക്ഷണം കഴിക്കുക പ്ലേറ്റ് വലിച്ചെറിയുക,
അങ്ങനെ ഡിസ്പോസ്ഡ് സംസ്കാരമുള്ളപ്പോൾ നമ്മൾക്ക് അല്ലേ, അതിൽ നിന്നുണ്ടായത് അത് എല്ലാം ബാപ്പനെ ഉപയോഗിക്കുക, മക്കൾ ചവിട്ടിക്കയറാൻ എന്താണ് സ്റ്റെപ്പ്, അതാണ് മീൻ ബാപ്പിയും. അത് കഴിഞ്ഞ് കുറച്ചിട്ട് വലുതായി മോനക്ക് ദാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ മോൻ ഇടയ്ക്കിടയ്ക്ക് ബാപ്പൻ്റെ മുമ്പ് ബാപ്പക്ക് ബാപ്പൻ്റെ താടേക്ക് ഇതെല്ലാം കൂടി വെള്ളമായിട്ട് അയാൾ കണ്ണുക്ക് നോക്കുമ്പോൾ കണ്ണ് കാണില്ല, കണ്ണട വെച്ചിട്ട് ഇതിൻ്റെ മോൻ തന്നെയാണോ ഇങ്ങനെ നോക്കല അക്കോലത്തിലായിരിക്കണം. ആ സമയത്താണ് അയാൾ ഇടങ്ങറാകുന്നത്, വല്ലാത്ത ഇടങ്ങറാണ് കേട്ടോ. എന്തെല്ലാം കേസുകളാണ്. ഒരുത്തൻ്റെ ബാപ്പക്ക് ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ബാപ്പൻ്റെ സ്വത്തിന് അങ്ങനെ ബാപ്പൻ്റെ സ്വത്തിന് കേസ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വക്കീൽ പറയാം, മോൻ ഉണ്ട് കൊണ്ടുവന്നിങ്ങനെ കേസ് കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഒറ്റ വാക്ക് തന്നെ ഇസ്ലാമിൽ മുഹമ്മദൻസ് ലോ പ്രകാരം ബാപ്പ മരിച്ചാലേ മോനക്ക് സ്വത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം തീർന്നില്ല, പിന്നെ ഞങ്ങളിപ്പോൾ അതിന് കേസ് എടുക്കേണ്ട ആവശ്യം അല്ല, കേസായിട്ട് വന്നിക്കുകയാണ്. ബാപ്പ മരിക്കാണ്ട മൂപ്പർക്ക് ബാപ്പൻ്റെ സ്വത്ത് വേണമല്ലോ. നിങ്ങൾ വിചാരിച്ചെന്താ, വളരെ മോശമായ ഒരു അന്തരീക്ഷം അവിടെ കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇസ്ലാമിലെ നിയമങ്ങൾ നമ്മളെ ഭാര്യമാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ദീനുള്ള മാതൃകയുള്ള അള്ളാഹുവിനോട് ബന്ധമുള്ള കുടുംബത്തിന് തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്താൽ മാത്രം പോരാ, എന്നിട്ട് അതുപോലെ നിങ്ങളാക്കണം. ചില കുടുംബത്തിന് നല്ല ദീനുള്ള തങ്കം പോലത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ടേയിട്ട് ആ കുട്ടിനെ അടിമുടി മാറ്റിക്കളയും ചില പുരുഷന്മാർ. അതെ, ഓള് മക്കനിട്ട് ദീനിയായി വളർന്ന് നല്ല ചുറ്റുപാടിൽ വളർന്നിട്ട് ഓളെ നശിപ്പിച്ച് കുത്തുപാടെടുത്ത് കൊടുക്കും. ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല ദീനുള്ളൊരു പുരുഷനെ കിട്ടാൻ. അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ദീനിത് ഓക്കിത് കഴിച്ചിടാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല ചാൻസാണ്. ഇപ്പോഴാണ് ഓള് പറയുക, എന്താ അറിയോ, ഇപ്പോഴാണ് എനിക്കൊരു ജീവിതം കിട്ടിയത്, ഇതുവരെ നമ്മളെ വാപ്പ ഇതൊന്നും സമ്മതിച്ചില്ലേ, ഓ നിങ്ങളെ കിട്ടിയപ്പോഴാണ്. മൂപ്പർ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ എക്സ്പോർട്ട് ഗ്ലാസ് പോലെ ആക്കിയപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അള്ളാൻ്റെ ദീൻ ഒഴിവാക്കിയതിൻ്റെ ശിക്ഷ ഉണ്ടാ. ഇതാണ് അള്ളാൻ്റെ ദീനങ്ങ് ഒഴിവാക്കുക. ഭർത്താവിനെ കിട്ടിയ ബാപ്പനെയും ഇമ്മനെയും അള്ളാനെയും ദീനിനെയും ഒക്കെ പെണ്ണുങ്ങൾ ഒഴിവാക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ കുത്തിരിക്കുന്നവരൊക്കെ പെണ്ണുങ്ങളൊക്കെ നിങ്ങളെ പിന്നാലെ നടക്കുന്നത് ദീനിനുള്ള കൃപകൊണ്ട് സ്നേഹമുണ്ടെന്നല്ല. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതിന്. നിങ്ങളിപ്പം എനിക്കിന്ന് സർക്കസിനോടെന്ന് പറഞ്ഞു നോക്കി, ഭാരത സർക്കസിന്. അപ്പോൾ ഭാരത സർക്കസ് അതാണ് ഏറ്റവും നല്ലത്. ഭാരാ സീഡവറിലേക്കൊക്കെ പോകും. നിങ്ങൾ വെറുതെ പടിയൊന്നുമില്ലേ അത് അല്ലേ. പിന്നെ നിങ്ങൾ വന്നോക്ക് പറഞ്ഞാൽ വന്നോക്കി അങ്ങനെ ഇതൊക്കെ ആയതവള്. അല്ല, പെണ്ണെന്ന് പറഞ്ഞ സാധനം തന്നെ അങ്ങനെ ദീനിലേക്ക് വരില്ല, മുഴുവനായിട്ട് എനിക്ക് വരാൻ കഴിയില്ല കേട്ടോ. അതൊരു പ്രത്യേക സൃഷ്ടിയാണ്. അത് അള്ള തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതാണ്. എന്നോട് ചേച്ചി പിടിക്കട്ടെ കേട്ടോ, ഇത് അള്ള പറഞ്ഞതാ നിങ്ങളെപ്പറ്റി. കാരണം അങ്ങനെ നിങ്ങൾക്ക് കുറവും കൂടി വെച്ച് തന്നില്ല നിങ്ങളെ സ്ഥിതി എന്താ. അല്ലാ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു എന്തെങ്കിലും കേൾക്കുന്നത്. ഈ കുറവുണ്ടാകാൻ വേണ്ടല്ല. ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചായ ഉണ്ടാക്കും, തിരുമ്പാൻ പറഞ്ഞാൽ തിരുമ്പും, ചോറെടുത്തേക്കറ ചോറെടുത്തേക്കും അല്ലേ. അതും കൂടി നമ്മൾ ഈ കുറവും കൂടി അല്ല വെച്ചില്ലല്ലോ. നമ്മളോട് പറയും ചായ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഉണ്ടായിക്കൊള്ളട്ടോ അറിയും, തിരുമ്പുമ്പോൾ എൻ്റെ ബ്ലൗസ് കൊടുത്തോളി അറിയും, 2 മാക്സി അതാ തൂങ്ങണം അത് കൊടുത്തോളി അറിയും പറയില്ലേ. അപ്പോൾ ഇത് കുറച്ച് വെച്ചത് അതിനാ. ആ സുഖങ്ങൾ അനുഭവിക്കണം ഓളെ വളവോടുകൂടി. ഞാൻ ഓളെ കുറ്റപ്പെടുത്തല്ല, ഓളിൽ ഈ വളവുണ്ടാവണം, എന്നാലല്ലേ ഓള് നമുക്ക് പരീക്ഷണമാവുള്ളൂ. നമ്മൾ ഈ തോന്നിയാസികളാവരുത്. അതിന് ഞാനൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഗസാലി പറഞ്ഞു, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ബാപ്പമാരോട് ഇമാം ഗസാലി പറയാം, മൻ സവ്വജ ഇബ്നത്തഹു ലാലിമൻ, ഒരക്രമിക്ക് തൻ്റെ മകളെ ഒരാൾ വിവാഹം കഴിച്ചു വിട്ടു. അപ്പം അങ്ങനെയാണല്ലോ, അക്രമിയാണോ എന്ന് നോക്കലൊന്നുമില്ല ഉണ്ടോ. ചില ബാപ്പാരോടൊക്കെ ചിലർ പറയും, മൂപ്പരുന്നാൾ പെരുന്നാളിൻ്റെ അന്ന് കള്ളുടിച്ചിട്ടുണ്ടോ പിയാപ്പിളെ. അപ്പം ഓളെ പാപ്പ പെരുന്നാക്കല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല പെരുന്നാക്കൽ. അതാ ഒരു ലാലിമിന് വിവാഹം ചെയ്ത് കൊടുക്കുക. അത് ഫാസിഖല്ലേ തെമ്മാടിക്ക്. തെമ്മാടി അറിഞ്ഞാ ആരാ, റോട്ടിൽ അശ്ലീല വർത്താനും പറഞ്ഞ് അതുണ്ടല്ലോ ബഹളം വെച്ച് കള്ളും കുടിച്ച് തെമ്മാടിയായി നടക്കുന്ന ഒരു തെമ്മാടിക്കാരെങ്കിലും വിവാഹം ചെയ്ത് കൊടുത്താൽ ഔ മുബത്തതിയാൻ, അല്ലെങ്കിൽ ദീനുണ്ട്, ഉള്ളത് മുഴുവൻ ആചാര, ദീനല്ല. ദീനുണ്ട്, മുബത്തതിയിൽ വിദ്യാർത്ഥീന ആൾക്കാരില്ലേ, പല ജാതി മാമൂലുകളും. അങ്ങനെ ബദരീങ്ങളാണ്ട് കഴിക്കുക, അന്ന് പണി ബദരീങ്ങളെ പേരിൽ പത്തിരി ഉണ്ടാക്കുക, അന്ന് അതിനെ ഇറച്ചുണ്ടാക്കുക, അങ്ങനത്തെ മുബത്തതിയായ ഒരു ചില പിന്നെ ആൾക്കാർ ഒരു സുന്നിയാണെങ്കിലും ശരിക്കുള്ള സുസുന്യല്ല, കുറച്ച് നമ്മളോട് ഇതുണ്ട്, അതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുത്തത്.
മുബ്തദീൻ ആരെയും കല്യാണം കഴിച്ചു കൊടുത്താൽ, ലാലിമിന് കല്യാണം കഴിച്ചു കൊടുത്താൽ, ഫാസിഖിന് കല്യാണം കൊടുത്താൽ, ഔ ഷാരിബു ഹംറിൻ മദ്യപാനികൾ കല്യാണം കഴിച്ചു കൊടുത്താൽ, ഫഖദ് ജന അലാ ദീനിഹി അവൻ അവൻ്റെ ദീനിനോട് അപരാധം പ്രവർത്തിച്ചു എന്നാണ് ഇമാം ഗസാലി പറയുന്നത്. ഒ താറലി സുഖത്തില്ല ലിമാ കുത്തി അബിനറ ആ കല്യാണം കഴിച്ചു കൊടുത്ത ബാപ്പി മോളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞും പോകും. വല്ലാത്ത വാക്ക. ഒരു തമ്മാടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ബാപ്പ അറിയില്ല എൻ്റെ മോളും ഞാൻ തമ്മിലുള്ള ബന്ധം മുറിയുന്നുണ്ട് ഇവിടെ. രണ്ടാമത്തെ കാരണം പറയുമ്പോൾ സൂഇൽ ഇഖ്തിയാർ മോശമായ തെരഞ്ഞെടുപ്പ് നടത്തിയ കാരണത്താൽ. ഏറ്റവും മോശപ്പെട്ട തെരഞ്ഞെടുപ്പാണല്ലോ ഭാര്യ മോക്ക് വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പരിധിക്ക് അപ്പുറം നിന്നുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓൽത് നമ്മൾ പറഞ്ഞു നല്ലോണം സ്നേഹിക്കണം, അളവറ്റ് സ്നേഹിക്കണം, ഒലിഞ്ഞ് ചെയ്യും കേട്ടോ. കുറേയൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവും, അത് നമ്മളെ ഭാഗത്ത് കുറേ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളിൽ ഏറ്റവും നല്ല ആൾ ഓളോട് നന്നായി പെരുമാറണം. നിസ്കരിക്കുന്ന, നോമ്പ് വിൽക്കുന്ന, ഹജ്ജൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബാധ്യതയാണ്. ഹിയാറുക്കും നിസായിക്കും ഭാര്യമാരോട് നന്നായി പെരുമാറുക. ഇങ്ങോട്ട് എങ്ങനെ മോശമാക്കിയാൽ വേണ്ട കേട്ടോ. അതുപോലെ എപ്പോഴും ഭർത്താക്കന്മാർ ചിരിച്ചു കൊണ്ട് സംസാരിക്കുക. അല്ലാണ്ട് ഒന്നുമില്ലോ അങ്ങനെ ചില ഭാര്യമാർ പറയാം. നിങ്ങളാണ്ട് പോയി കഴിഞ്ഞാൽ അവളെന്താ പിന്നെ പറയാ അറിയാം, പഠിച്ചോനെ എത്ര വണ്ടി കൊടുക്കണം പറയില്ലേ, ഓള് പറഞ്ഞു പോവും. അജാതി മൂർക്കം പാമ്പ് പോലത്തെ ആണുങ്ങളുണ്ട് കേട്ടോ. എന്തിനും ഒരു ഗൗരവം. നബി ഗൗരവക്കാരനേ അല്ല കേട്ടോ. വളരെ തമാശയിലൂടെ ജീവിക്കുക നബി ചെയ്തത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ചിലവർ ഞാനിങ്ങനെ പെരുമാറുന്ന കാരണം ഓളെ മോശമെന്ന് പറയണ്ട. ഓളെ സ്വഭാവം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓളെ തന്നെ പോലെ ആക്കാൻ ശ്രമിക്കരുത്. ചിരിയില്ലാത്ത, കളിയില്ലാത്ത ഓള് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഭർത്താവ് തന്നെ ചിരിക്കുക, കളിക്കുക, നല്ല വർത്താനമൊക്കെ പറയുക, ഹരം പറയുക, തമാശ പറയുക, അതൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് നബി ഭയങ്കര തമാശക്കാരനാണ്. നബി നമ്മളായിരിക്കണം കാലിയേരി കുത്തിരിക്കും പോലെ കുത്തിരിക്കുകയല്ല. നബി ആയിഷാ ബീവിൻ്റെ കൂടെ തൊട്ട് കളിക്കാൻ പോയി. ഇന്നെങ്ങാനും നമ്മളെ പള്ളിക്കല ഖത്തീവും അയാളെ പെണ്ണുങ്ങളും കൂടി കിത്തിക്കള കളിക്കുന്നത് കണ്ടു നിൽക്കുക. പള്ളിക്കവിൻ്റെ സെക്രട്ടറി ഇയാളെ സെക്രട്ടറി മെമ്പർമ കയറ്റുന്നത് പെണ്ണുങ്ങളായിട്ടുണ്ട് കിത്തിക്കളം കളിക്കുന്ന അവിടെ പറയില്ലേ. നബി ഭാര്യമാരെടുത്ത് അങ്ങനെയാണ്, അങ്ങനെ പെരുമാറണോ. നിങ്ങൾ ഇന്നൊന്ന് പെരുമാറി നോക്കി. ഇന്ന് മുതൽ ചിലപ്പം പെട്ടെന്നാണ്ടോ ഭ്രാന്ത അറിയും. അല്ല, ഇതുവരെ അലാഖിൻ്റെ ഗൗരവം മസിൽ പിടിച്ച് പെരുമാറിയ ഇയാളിപ്പോൾ വന്നിട്ട് ഒക്കെ കണ്ട് തമാശ ഇതൊക്കെ ആവുമ്പോളേ പടച്ചോരെ നാളെ നേരം വെളുക്കട്ടെ കുതിരട്ടത്ത് കൊണ്ടോണ്ടി വരും എന്നിരിക്കൂ. ഗ്രാജ്വലി മാറിയാൽ മതി കേട്ടോ. നന്നായിക്കാൾ വേണ്ടി എന്തായാലും, അല്ല ഞാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരുപാട് നമ്മളെപ്പോലെ ഓളാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. പിന്നെ അങ്ങനെ സാധിക്കാണ്ട് വരുമ്പോൾ നമുക്ക് അസഹിഷ്ണുത വരും. പിന്നെയും നമ്മൾ കുറേ കാലം അങ്ങനെ നമ്മളെപ്പോലെ ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവളോട് അറപ്പ് വരും. ആ അറപ്പ് പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കും അല്ലേ. അപ്പം കാരുണ്യമൊക്കെ പോവും. ഇനി ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് വരാം, അത് പറഞ്ഞ് നിർത്താം പോരെ. ഇത്ര മതി. വെറുതെ അധികം കാരുണ്യം ഉണ്ടാക്കിയിട്ട് സീട്ടവർന്ന് കരുണ ഒഴുകിപ്പോവും. അപ്പോൾ പിന്നെ ഇനി നമ്മളൊരു കാര്യം കൂടി ഓർക്കുക. അള്ളാഹു പറയാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു ഓമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊരു ഇണയുണ്ടാക്കി, എന്നിട്ട് വജാല ബൈനക്കും മവദ്ദത്തൻ, കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര സ്നേഹം. നമ്മൾ പറഞ്ഞാൽ ചിരിച്ച് ആ കാലം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഓരോരോ അവയവങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു, മസഹ്ന തുടച്ച് നീക്കാൻ തുടങ്ങി. കണ്ണ് കുറേ പോയി, പല്ല് 2 പറിച്ച് 3 പകരം വെച്ച്, ചിരിക്കുമ്പോൾ പല്ല് പുറത്താണ്, ചിലപ്പോൾ കടിക്കുമ്പോൾ പൊറാട്ടൻ്റെ കൂടെ പോവും പല്ല്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവസ്ഥയിലെത്തിക്കുന്നു. പൊറാട്ട തിന്നുമ്പോഴേ ഡോക്ടർമാർ ഡെൻ്റൽ സ്പെഷ്യലിസ്റ്റ് വെച്ച് കൊടുത്ത പല്ല് പൊറാട്ടൻ്റെ കൂടെ പോയി അതേക്ക്. അങ്ങനെ അള്ളാഹു തുടച്ചു നീക്കും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണട വെച്ചാലേ കാണുള്ളൂ. രാവിലെ പേപ്പർ വായിക്കാൻ കിട്ടില്ല, അപ്പോൾ ഒരു കണ്ണട വെച്ച് അങ്ങനെ കുറയാൻ തുടങ്ങി അല്ലേ. അങ്ങനെ കുറയാൻ തുടങ്ങി. പിന്നെ മുട്ടിൻ്റെ ഇവിടെയൊക്കെ വേദന, ചവിട്ടിക്കയറാൻ മുമ്പ് 2 സ്റ്റെപ്പ് ചാടി കയറിയാൽ ഇപ്പോൾ 1 സ്റ്റെപ്പ് തന്നെ ചവിട്ടുമ്പം കയറുമ്പം ഭയങ്കര വലി കുറവ് അല്ലേ. ഈ വലി കുറഞ്ഞ ആളുകൾക്കാണ് ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരെ ഇപ്പം എന്താക്കിയെന്ന് അപ്പുറത്തേക്ക് കയറാൻ അല്ലേ ഒരുപാട് സംവിധാനങ്ങളാക്കിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമുക്ക് രോഗം, കണ്ണുകൾ, ചെവി കേൾക്കുന്നില്ല, പല്ലൊക്കെ പോയി, പല ബുദ്ധിക്കും കുറവ്, മറവി ഒക്കെ വന്നു. അപ്പോൾ അള്ളാഹു ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഈ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച സമയത്തുണ്ടായ കാരുണ്യം ഉണ്ടല്ലോ, വാത്സല്യം,
അത് വളർന്ന് വളർന്ന് വികസിച്ചിട്ടല്ല പറയാണ് റഹ്മത്തൻ, ഭയങ്കര കരുണാവും. ഭർത്താവ് ഭാര്യനോടും കരുണ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് കരുണ. അതാണ് നല്ല കരുണയുള്ള കുടുംബം. ഭർത്താവും ഭാര്യയും വേറെ വേറെ തട്ടിൽ മക്കളെ നിങ്ങളാക്കരുത്. ഒന്ന് ഉണ്ടോ, ബാപ്പൻ്റെയും കൂടെ നിൽക്കരുത്, ഉമ്മൻ്റെയും കൂടെ നിൽക്കരുത്. ഹക്കിൻ്റെ കൂടെ നിന്നിട്ട് ഉമ്മനെയും ബാപ്പനെയും സ്നേഹത്തോടു കൂടി വീക്ഷിക്കുന്ന മക്കളായി മാറുക. മനസ്സിലായി? നല്ല കുടുംബാന്തരീക്ഷം അങ്ങനെ ഉണ്ടാകുക. അപ്പോൾ അള്ള പറയുകയാണെങ്കിൽ ഈ കാരുണ്യ സ്നേഹത്തിൻ്റെ കാലം 24 മണിക്കൂറും ഓളെ കാണാൻ പറ്റാണ്ട് നിൽക്കാൻ കഴിയാത്തൊക്കെ ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് അങ്ങോട്ട് കയറ്റി അതേ പ്ലെയിൻ ഇങ്ങോട്ട് കയറും. എനിക്ക് നിൽക്കാൻ കഴിയില്ലോടെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നോളുണ്ടാവും. ഇപ്പോൾ തീറ്ററുണ്ടാവും ഉണ്ടോ. ഇത് കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പം വിസ വന്ന് മൂപ്പരായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ മൂപ്പർക്ക് ഇതെല്ലാം കൂടി ഈ ചൂടെല്ലാം കൂടി അറബിക്ക് കൊടുത്ത്, അറബി അവിടെ നിന്ന് അപ്പം തന്നെ കയറ്റി. അങ്ങനെ വന്നോല് കുറേ എണ്ണുണ്ട്. എന്താ അപ്പം ഭാര്യനോടുള്ള ഇഷ്ടം കൊണ്ട് സെക്കൻഡ് പിരിഞ്ഞിക്കാൻ ഭാര്യനെ കഴിയാത്ത ചില ഭർത്താക്കന്മാർ, ഭർത്താവിനെ പിരിഞ്ഞിക്കാൻ 1 സെക്കൻഡ് കഴിയാത്ത ഭാര്യമാർ, അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട്. പിന്നെ വയസ്സായി പറഞ്ഞ കോലത്തിൽ കണ്ണൊക്കെ കാണുന്നില്ല, ചെവി കേൾക്കണില്ല, മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞു. നോക്കേണ്ടി നിങ്ങൾ ഇപ്പം പെറ്റ കുട്ടിനെയും പെറ്റ് കിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത കുട്ടീനെ ആരും ഉമ്മക്കൂല. മരിച്ച് കുറച്ച് കഴിഞ്ഞാൽ മയ്യത്തിനെ ആരും ചുംബിക്കൂല. കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചാൽ ചുംബിക്കും. കാരണം സ്മെല്ല് മാറി, മയ്യത്തിൻ്റെ സ്മെല്ല് മാറി. ഇപ്പം പെറ്റ കുട്ടീൻ്റെ സ്മെല്ലും മനുഷ്യൻ്റെ സ്മെല്ലല്ല, ചുംബിക്കാൻ കഴിയില്ല. അതൊക്കെ ആ കാലഘട്ടത്തിൽ. അതുപോലെ ഈ പ്രായമുള്ള ആൾക്കാരുടെ ഈ ചുരുക്കി ചുളിഞ്ഞ ശരീരമൊക്കെ മക്കൾക്ക് കൈ പിടിക്കാൻ വലിയ പ്രയാസമാണ്. വരിപ്പാന്ന് പറഞ്ഞ് തോളിൽ കൈവച്ച് കൂട്ടിക്കൊണ്ടാകാൻ മക്കളുണ്ടാകുന്നില്ല. കാരുണ്യം കുറഞ്ഞു പോയ സമൂഹമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അള്ള പറയാണ്, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പം ഭാര്യയും ഭർത്താവും എങ്ങനെ ആവണം? നല്ല റഹ്മത്തുള്ളവർ. എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളമ്മയാണോള്, എൻ്റെ ഭർത്താവാണ് ഈ മക്കൾ ഇനിയും പോറ്റിയ വാപ്പയാണത്. അദ്ദേഹത്തിന് എതിരിൽ ഏത് മക്കൾ സംസാരിച്ചാലും മിണ്ടിപ്പോവരുതെന്ന് പറയാൻ അമ്മ ഉണ്ടാവണം. അതാണ് നല്ല ഭാര്യ. ഇത് മിണ്ടിപ്പോവരുത്. അല്ലാണ്ട് പിന്നെ ഓല് പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലേ, ഓൽക്കാണ്ട് കൊടുത്താളി, പറമ്പ് കൊടുത്താളി, നമ്മളിതിപ്പോൾ ഏതായാലും മരിക്കാൻ പോകുമല്ലേ, അങ്ങനെ കൊടുത്തോലൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായിട്ട് പൊരിയില്ല, ഒന്നുമില്ല, വാടക വീട്ടിൽ നിന്ന് അവിടുന്ന് പുറത്താക്കി നടക്കുന്നുണ്ട് ഇല്ലേ? ഇബ്രാഹിം ആരോ കാണുന്നുണ്ടല്ലോ കണ്ണിൽ. എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? അത് ചെയ്യരുത് കേട്ടോ. ഇപ്പം ഭർത്താവ് ഒരിക്കലും എന്ത് ചെയ്ത്, ഭർത്താവ് ഭാര്യനോട് കരുണുള്ളവളായിരിക്കണം കേട്ടോ. പക്ഷെ ഭർത്താവ് എനിക്ക് കൊണ്ട് വയസ്സാവുമ്പോൾ കരുണുള്ള ആളാവും. ഭാര്യ എന്തുകൊണ്ട് അപ്പം ഭയങ്കര ശൗര്യമുള്ള സിംഹാവുക. ചിലവർ ചെറുപ്പത്തിൽ ഭാര്യനെ വല്ലാണ്ടിട്ടിട്ട് മുണ്ടിപ്പോകരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, കൊലബിൻ്റെ ഉണ്ടായ നടന്നവരുണ്ടാവും. ഒരു വയസ്സായ ഈ വയസ്സിൻ്റെ ആൾ ഭയങ്കര പ്രായമായ പിന്നെ ഭാര്യ എന്താ പറഞ്ഞാൽ അതൊക്കെ തെറ്റായാലും മുള്ള ശരിയായാലും മുള്ള കേൾക്കും. അങ്ങനെ ചില ആണുങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അതെന്താ കാരണം അറിയോ? ഇയാൾക്ക് ഇനി നടക്കൂല പണി ഇയാൾക്ക് മനസ്സിലായിക്കണം. അയാളെ ബമ്പത്തരം വിറ്റു വയ്ക്കണം ഓളടയിൽ കേട്ടോ. അതുകൊണ്ടാണ് അയാൾ എന്തായത് റഹ്മത്ത് കാണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഓളോ ഉണ്ടല്ലോ, നിങ്ങൾ ചില പുരയിൽ വല്യന്മാരും വല്യാപ്പയൊക്കെ ഉള്ളിടത്ത് ഒരു മട്ടൽ വീണാൽ മതി, അപ്പോൾ വല്യമ്മ ആരാണ്ടാന്ന് ചോദിക്കും. വല്യാപ്പ അത് മട്ടലറ്റം വീണു, മട്ടൽ ഇവിടെ വീഴുകയെന്ന് വെച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അത് വല്യമ്മ കൂടുതൽ വെയിറ്റ്, കാരണം ഭയങ്കര ധൈര്യമാണ്. വല്യാപ്പക്കോ ഉള്ള ധൈര്യമൊക്കെ ചോർന്നു പോയിക്കും. അതെ, കരുണ അപ്പോഴാണ് വന്നത്, ആരോഗ്യം പോയ കരുണ അതല്ല ഇവിടെ പറഞ്ഞത്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കാതോർത്ത് എനിക്ക് ഭക്ഷണവും വെള്ളവും കാലം വരുമ്പോൾ തന്ന എൻ്റെ ഭാര്യ, പടച്ചോനെ ഓള കണ്ണിൻ്റെ ഒരു പോള നനയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഇപ്പം തീരുമാനിക്കണം, ബടച്ച് തീരുമാനിക്കണം കേട്ടോ. ഓള കണ്ണിൻ്റെ പിരികം നനയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഭാര്യയെ, എൻ്റെ ഭർത്താവിന് പ്രയാസമുണ്ടാക്കുന്ന, അദ്ദേഹത്തിൻ്റെ മനസ്സിന് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളിലും ഞാനുണ്ടാവില്ല എന്ന് ഭാര്യയും തീരുമാനിക്കുക. അങ്ങൾ രണ്ടാൾ ഒത്താൽ അള്ളി റസൂൽ ഒത്ത അബൂജാഹിലും പുറത്ത്, അബൂജാഹിൽ പുറത്താവും കേട്ടാ. ആ നിലക്ക് സ്നേഹമുള്ള, ആർദ്രതയുള്ള, കരുണയുള്ള, ആ കരുണ കാണിച്ചതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് കോടിക്കണക്കിന് ആളുകളെ മുമ്പിൽ നിന്ന് അള്ളാഹു നമ്മളെ പേര് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ഇണയത്തരയാൻ അള്ളാഹു ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഞാനടക്കമുള്ള ആണിനും പെണ്ണിനും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും കരുണയില്ലാത്ത വളരെ മോശമായ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനും അതിന് പശ്ചാത്തപിക്കുവാനും അള്ളാഹുവിനോട് ഖേദപ്രകടനം പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് അതിന് ഉത്തരം പറയുന്ന ഒരു ഗതികേടിലേക്ക് നീങ്ങാതിരിക്കാൻ
ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ കരുണയുള്ള കുടുംബത്തിന് നായകനായി മുന്നോട്ട് പോകാൻ, മരണം വരെ ആ നിലക്ക് ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്കും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ എവിടെയെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ അപാകതകളും അർഹമുറാഹിമിനായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹളായ ഫضലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെടുന്നുണ്ട് രോഗത്താൽ. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വ്യവഹാരങ്ങളിലും നമ്മുടെ നിത്യവൃത്തികളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂതലം വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.